ജനറ്റിക്കലി മോഡിഫൈഡ് വിത്ത് എന്തുകൊണ്ടാണ് ഈ GM സീഡിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്നുള്ളത്? എന്തുകൊണ്ടാണ് ശാസ്ത്രം ആ വഴിക്ക് ചിന്തിച്ചിട്ട് GM സീഡിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണം? എന്തുകൊണ്ടാണ് അങ്ങനെ എത്താൻ കാര്യം? വേണ്ടത് വിളവ് കിട്ടുന്നില്ല, പിന്നെ ഗുണകരമായ വിളവ് വേണം, കീടം കുത്തിനെ പ്രതിരോധിക്കണം, ഇതിനൊക്കെ പറ്റിയ ഒരു വിത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ സ്ഥലമുണ്ട? അപ്പൊ വിത്ത് ഇപ്പോഴും ഈ 2019 ശാസ്ത്രലോകം ഒന്നടങ്കം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വിത്തിലാണ്. എന്തായിരിക്കാം അതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് വിത്തിൽ ഇടപെട്ടിട്ട് കൃഷിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആധുനിക ശാസ്ത്രം. വിചാരിച്ചിരിക്കുകയാണ് വിത്തിനകത്ത്, അതായത് വിളവ് കൂട്ടാനായിട്ട് അവരെന്ത് ചെയ്തു? അല്ല, അത് കൃഷി പ്രയോഗങ്ങളാണ്. വിത്തിൽ എന്ത് ചെയ്തു? വിത്തിൽ ഹൈബ്രിഡ് സങ്കരയിനങ്ങൾ ഉണ്ടാക്കി, ഹൈബ്രിഡ് വിത്ത് ഉണ്ടാക്കി. വിളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരെടുത്ത മെത്തേഡാണ് ഹൈബ്രിഡ് വിത്ത് ഉണ്ടാക്കുക. ഹൈബ്രിഡ് വിത്ത് ഉണ്ടാക്കിയാൽ കൂടുതൽ വിളവ് എന്നുള്ള ചിന്ത വിത്തിലേക്ക് വരും. ഈ ഹൈബ്രിഡ് വിത്ത് ഇട്ടപ്പോഴാണ് പിന്നെ രാസവളം വേണ്ടി വന്നത്, കീടനാശിനി വേണ്ടി വന്നത്, എല്ലാം വേണ്ടി വന്നത് അപ്പോഴാണ്. അപ്പോൾ അതുമൊക്കെ ഉണ്ടാക്കി. അവിടെയും പ്രശ്നം തീരുന്നില്ല. കീടങ്ങളുടെ ശല്യം കീടനാശിനി കൊണ്ട് ഒതുങ്ങണില്ല, കൃഷി ചെലവ് കൂടിക്കൂടി വരുന്നു. അപ്പോഴും വീണ്ടും എന്താ ചെയ്തത്? GM സീഡ്, ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്. എന്താ ഇതിന്റെ കാരണം എന്നാണ് വിചാരം? ഒരു പഴഞ്ചൊല്ലാണ് അതിന്റെ കാരണം. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിൽ കയറി പിടിച്ചതാണ് ശാസ്ത്രം. ശാസ്ത്രം പഴഞ്ചൊല്ലിലാണ് കയറി പിടിക്കേണ്ടത്. പഴഞ്ചൊല്ലിനെ ആധാരമാക്കി വേണോ ശാസ്ത്രം പോകാൻ? പക്ഷേ പഴഞ്ചൊല്ലിൽ ഒരു പഴഞ്ചൊല്ലൂടി അതിന് വെച്ചു. പഴഞ്ചൊല്ലിൽ 10 മനസ്സിലായില്ലേ? വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലെടുത്തു. ആ പഴഞ്ചൊല്ലിലെ കാര്യങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി എടുത്തു. പഴഞ്ചൊല്ലിൽ 10. അങ്ങനെ സമർത്ഥിച്ച് കൊണ്ടുപോയതിൻ്റെ അനന്തര ഫലം, അതായത് ആ പഴഞ്ചൊല്ല് മനുഷ്യ സമൂഹത്തിന് ദ്രോഹം ചെയ്തു എന്നുള്ളത്. മനസ്സിലായില്ലേ? ആ ഒരു പഴഞ്ചൊല്ല് മനുഷ്യ സമൂഹത്തിനെ വഴിതെറ്റിച്ചു, അന്വേഷണത്തിൻ്റെ പാത തെറ്റിച്ചു. അപ്പോൾ അങ്ങനെയാണ് അവസാനം പറഞ്ഞെന്താ? GM സീഡിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളെന്ത് വഴിയാണ് നോക്കണം? മണ്ണിനെ ശരി, നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? മണ്ണിനെ ശരിയാക്കി. മണ്ണാണ് പ്രധാനം എന്നുള്ളത്. വിത്തിനേക്കാളും പ്രാധാന്യം മണ്ണിനാണ്. മണ്ണ് റെഡിയാക്കി വിത്തിനുള്ളിൽ പരിണാമ വികാസം മുന്നോട്ട് കൊണ്ടുപോകാം. മണ്ണ് പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞാൽ വിളവ് കൂടും. പുതിയ വിത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വിത്തുകളിൽ പരിണാമ വിധേയത്വം സ്വാഭാവികമായി നടക്കും. കാര്യം എന്താണ്? നമ്മൾ 5ഉം 10ഉം മണികളുണ്ടായിരുന്ന നെൽച്ചെടികളാണ് കാട്ടിൽ. അതിനെ എടുത്തിട്ട് വന്ന് നമ്മൾ പുഴയുടെ തീരത്ത് നല്ല വളക്കൂറുള്ള മണ്ണിൽ സിന്ധു നദീ തട സംസ്കാരം, ഹരപ്പ മോഹൻജദാരോ സംസ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണിൽ കൊണ്ടുവന്നിട്ട് പരിലാളിച്ച് 100ഉം 200ഉം മണികളുള്ള നെൽച്ചെടിയാക്കി മാറ്റിയപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വല്ലതും ചെയ്തോടെ? ഇല്ല. എന്നാൽ പ്രകൃതിയിൽ ജനറ്റിക് ജമ്പുണ്ട്. പ്രകൃതിക്കൊരു ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെയാണ് പുതിയ സ്പീഷീസ് ഉണ്ടായി വരിക ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആരാ നടത്തണമെന്ന് പറയുന്നത്? പ്രകൃതിയിൽ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ട്. അതായത് അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ പുതിയ ഒരു ചെടി അവിടെ വേണം, പുതിയ ഒരു ഇനം വേണം, അവിടെ സൂട്ടബിൾ ആയിട്ടൊരു ഇനം വേണം. അപ്പോൾ ഒരു എഞ്ചിനീയർ വരുമല്ലോ. എഞ്ചിനീയർ വന്നിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് എടുക്കും.
അതെന്താണ്? ആരാണെന്ന് അറിയാം? കീടങ്ങൾ. നമ്മൾ നിസ്സാരമായിട്ട് തള്ളുന്ന കീടങ്ങളാണ്. കീടം വന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു പ്രതിരോധം, സസ്യജാലങ്ങളുടെ ഒരു പ്രതിരോധമാണ് ജനറ്റിക് എഞ്ചിനീയറിങ്. അപ്പോൾ അവിടുന്ന് വല്ല പുതിയൊരു ഇനം വിത്തായിരിക്കും വരിക. അത് എപ്പോഴാണ് സംഭവിക്കുക? അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടേ ജനറ്റിക് ജമ്പ് നടക്കൂ പ്രകൃതിയിൽ. മനുഷ്യൻ ജനറ്റിക് എഞ്ചിനീയറിങ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? ലബോറട്ടറിയിൽ സാഹചര്യം ഒന്നിനെ പറ്റി നോക്കുന്നില്ല. വിത്ത് ഉപയോഗിച്ച് തന്നെ പരിഹരിക്കാമെന്ന് വിചാരിക്കും. നടക്കുവോ? വിജയിക്കുവോ? സാഹചര്യം അനുകൂലമാക്കാതെ പുതിയ ഒരു വിത്ത് കൊണ്ടുപോയി ഇട്ടാൽ നടക്കുമോ? ആദ്യ കൃഷിയിൽ ആദ്യം നടക്കാതിരുന്ന അതാണ്. ഹൈബ്രിഡ് വിത്ത് കൊണ്ടുവന്ന് വെറുതെ സാധാരണ ഇട്ടു, നടന്നോ? അല്ല, പിന്നെ എന്ത് വേണ്ടിവന്നു? രാസവളം ഇട്ട് കൊടുത്തു. രാസവളം ഇട്ട് കൊടുത്ത് നടന്നോ? കീടനാശിനി ഇട്ടു. വീണ്ടും തെറ്റുകൾ തന്നെ ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എന്തിന് ഇങ്ങനെ ചെയ്യുന്നു? അതിൻ്റെ പിന്നിൽ ഒരു തന്ത്രവും കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അതായത് അവിടെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ ഒരു യുദ്ധഭൂമിയിലാണ്. നമ്മളിപ്പോൾ ഒരു യുദ്ധഭൂമിയിലാണ്. ആണോ? ഏത് യുദ്ധഭൂമിയാണ്? ഭാരതത്തിനൊരു യുദ്ധഭൂമി ഉണ്ടായിരുന്നു. ഏതായിരുന്നു? കുരുക്ഷേത്രം. കുരുക്ഷേത്ര ഭൂമിയിൽ ആര് തമ്മിലാണ് യുദ്ധം നടന്നത്? പൗരവരും പാണ്ഡവരും തമ്മിലാണ് യുദ്ധം നടന്നത്. എന്ന് പറഞ്ഞാൽ ആര് തമ്മിലായിരുന്നത്? ധർമ്മവും അധർമ്മവും തമ്മിലാണ് യുദ്ധം. ധർമ്മവും അധർമ്മവും തമ്മിലാണ് യുദ്ധം. അതായത് നമ്മൾ കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലായിരുന്നു. ഇപ്പോൾ നമ്മളും അതേ യുദ്ധഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെയും ഒരു യുദ്ധമുണ്ട്. ധർമ്മവും അധർമ്മവും തമ്മിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ ഈ യുദ്ധത്തിൽ അമ്പും വില്ലും കാണില്ല. അമ്പും വില്ലുമില്ല, തോക്കില്ല, പീരങ്കിയില്ല, ആറ്റം ബോംബില്ല, യുദ്ധവിമാനമില്ല, ഒന്നുമില്ല. പിന്നെ ഏതാണ് ആയുധം? ഭക്ഷണത്തെ ആയുധമാക്കും. ഭക്ഷണത്തെ ആയുധമാക്കിയാൽ ഒരു രാജ്യത്തെ കീഴടക്കാം, മറ്റൊരു രാജ്യത്തെ കീഴടക്കാം. നമ്മളൊരു ഭക്ഷണത്തെ ആയുധമാക്കിയാൽ, അതായത് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം ഒരു രാജ്യത്തിൻ്റെ കസ്റ്റഡിയിലാക്കി കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തെ കീഴടക്കാം. ഇതിൻ്റെ പേരാണ് ഫുഡ് വെപ്പൺ. ഫുഡ് വെപ്പൺ എന്ന് പറയും. ഫുഡ് വെപ്പൺ. ഫുഡ് ആസ് എ വെപ്പൺ. ഫുഡ് വെപ്പൺ. ഫുഡ് ഒരു ആയുധമാണ്. അതൊരു രാജ്യത്തിൻ്റെ മേൽ നിയന്ത്രിച്ചാൽ, അതായത് വേറൊരു രാജ്യത്തിന് ഭക്ഷണമില്ല, ഭക്ഷണം കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ രാജ്യം ആരുടെ കൺട്രോളിലായി? ഇപ്പം ഇന്ത്യയിൽ ആരും ഭക്ഷണം ഉത്പാദിപ്പിക്കുന്നില്ല. അമേരിക്ക പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മുഴുവൻ ഞങ്ങൾ തന്നോളാം, നിങ്ങൾ കൃഷിയൊന്നും ചെയ്യേണ്ട. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും ഫാക്ടറി കമ്പ്യൂട്ടർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കിട്ടും, സകലർക്കും തൊഴിൽ എടുക്കാനുള്ള സംവിധാനം തരാം. ഫാക്ടറികൾ മുഴുവൻ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്താൽ മതി. കൃഷി ചെയ്ത് നിങ്ങൾ ഇത്ര നാൾ നശിച്ചില്ലേ? ഇത്ര നാൾ കൃഷി ചെയ്ത് നശിക്കുകയല്ലേ ചെയ്തത്? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കമ്പ്യൂട്ടർ ഉണ്ടാക്കണം, റോബോട്ടുകളെ ഉണ്ടാക്കണം, അതിന് ഞങ്ങൾ ട്രെയിനിങ് തരും, ഞങ്ങൾ നല്ല ശമ്പളം തരും, നിങ്ങൾ കൃഷിയൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ഭക്ഷണം തന്നോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ ഇല്ലയോ? അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം തന്നാലും എന്തായിരിക്കും ചെയ്യുക? അതൊക്കെ സ്വീകരിക്കും അല്ലേ? നമ്മുടെ പിള്ളേരെ മുഴുവൻ ഒരു കോളേജ് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തി എടുത്തിട്ട് പോകണം. എങ്ങോട്ടാണ്? ഒരു കോളേജിൽ വന്ന് ഒരു കമ്പനി വന്ന് ക്യാമ്പസ് ഇൻ്റർവ്യൂ, അമേരിക്കയിൽ ഒരു കമ്പനി വന്നിട്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തുന്നു. ആർക്കായിരിക്കും സെലക്ഷൻ കൊടുക്കുക? ആ കോളേജിലെ ക്രീം അല്ലേ? ക്രീമല്ലേ? നല്ല ശമ്പളം കൊടുത്തു, കോളേജിൽ പഠിത്തം തീർന്നതിന് മുമ്പ് ജോലിയും ഓഫർ കൊടുത്ത് ഓർഡർ അടിച്ചു കൊടുത്തു.
എടുക്കില്ലേ? ഈ ഏറ്റവും നല്ല നില പോയി എവിടെയായിരിക്കും പണി ചെയ്യണം? ആർക്ക് വേണ്ടിയിട്ടായിരിക്കും പണി ചെയ്യുക? രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമോ അതോ നല്ല മനുഷ്യന് വേണ്ടിയിട്ടായിരിക്കുമോ വർക്ക് ചെയ്യുക? വിദേശ രാജ്യങ്ങളിൽ അവരുടെ കമ്പനി അവർ പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ തല ഉപയോഗിക്കുക. ഇങ്ങനെയല്ല നടക്കുക. ഇത് ചെയ്താൽ നമ്മൾ സമ്മതിച്ചു പോകും. റഷ്യയുടെ മേൽ പ്രയോഗിച്ച് വിജയിച്ച ഒരു തന്ത്രമാണിത്. അതായത് റഷ്യയും അമേരിക്കയും തമ്മിൽ കട്ടക്കട്ട നിൽക്കുകയായിരുന്നു ടെക്നോളജി. ചന്ദ്രനിൽ പോകാനും റോക്കറ്റ് അയക്കുന്ന കാര്യത്തിലും എല്ലാം തുല്യം. റഷ്യ ഒരു പടി മുന്നിലായിരുന്നു ടെക്നോളജിയുടെ കാര്യത്തിൽ. ഒരു പടി മുന്നിലാണ് എന്നും. അമേരിക്ക ചെയ്യുന്നതിനേക്കാളും മുമ്പ് അവർ ചെയ്യും. ടെക്നോളജിക്കലി റഷ്യ അഡ്വാൻസ്ഡ് ആയിരുന്നു അമേരിക്കയെക്കാൾ. അമേരിക്കയ്ക്ക് മനസ്സിലായി ഒരു കാരണവശാലും ടെക്നോളജിയുടെ കാര്യത്തിൽ റഷ്യയെ കീഴടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ അവരൊരു കോംപ്രമൈസ് കൊണ്ടുവന്നു. റഷ്യ ഗവൺമെൻറ്റുമായിട്ടൊരു കോംപ്രമൈസ്. ടെക്നോളജിയിൽ നമുക്ക് പരസ്പരം സഹകരിക്കാം, എന്തെല്ലാം വേണമെന്നുണ്ട് ചെല്ലാം, നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി തരാം, നിങ്ങൾക്ക് ഭക്ഷണം തന്നോളാം, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഞങ്ങൾ എത്തിച്ചു തന്നോളാം. പൊട്ടൻ റഷ്യ അതിനകത്ത് വീണു. മനസ്സിലായില്ല? അതിനകത്ത് വീണു. ശരിയാണ്. നോക്കിയപ്പോൾ കൃഷി ചെയ്യേണ്ട കാര്യമില്ല. ടെക്നോളജി ജോലി, ഒരുപാട് പേർക്ക് ജോലി കിട്ടും. ടെക്നോളജിക്കലി സഹകരണം കിട്ടും. നമുക്ക് സ്വന്തം നിലയിൽ ടെക്നോളജി കൊണ്ടുപോവുകയും ചെയ്യാം. ഭക്ഷണം കിട്ടുമല്ലോ. ഭക്ഷണത്തെ കാര്യത്തെ പറ്റി ചിന്തിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ബോധപൂർവം റഷ്യയുടെ ഭക്ഷണത്തിൻ്റെ അടിത്തറ തകർത്തു അമേരിക്ക. അവസാനം അമേരിക്കയിൽ നിന്നും ഗോതമ്പ് കൊണ്ടുവരുമ്പോൾ ആ ഗോതമ്പ് വരുന്നതിന് കിട്ടാൻ വേണ്ടി ക്യൂ നിന്നു റഷ്യൻ ജനത. അങ്ങനെയാണ് റഷ്യ ചെതറിപ്പോയത്. ഒരു ഭക്ഷണത്തിൻ്റെ അടിത്തറ തകർത്താൽ ഒരു രാജ്യത്തെ തകർക്കാം. ഇത് തന്നെയാണ് നമ്മുടെ മേൽ പ്രയോഗിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ മേലിൽ നോക്കുന്നത്. യുദ്ധമില്ല. നമ്മൾ നോക്കുമ്പോൾ യുദ്ധമൊന്നും കാണാനില്ല. യാതൊരുവിധ യുദ്ധമില്ല, പീരങ്കിയില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മൾ അടിമകളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി, ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം എടുക്കാനുള്ള ശ്രമമുണ്ട്. ഒരു കാരണവശാലും ഒരു മനുഷ്യൻ പോലും 10 സെൻറ്റ് പോലും കൃഷിഭൂമി മറ്റൊരാൾക്ക് കൊടുക്കരുത്, കൊടുക്കാൻ ഇടവരരുത്. കൊടുത്തു തുടങ്ങിയാൽ ഇത് കോർപ്പറേറ്റിൻ്റെ കൈകളിൽ പോകും. ഭൂമി, കൃഷിഭൂമി മുഴുവൻ കോർപ്പറേറ്റുകാരുടെ കയ്യിൽ പോകും. കോർപ്പറേറ്റ് ആരുടെ ഏജൻ്റായിരിക്കും? അമേരിക്കയുടെ ഏജൻ്റായിരിക്കും. അപ്പം അങ്ങനെ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരവരെ ഉള്ള ഭൂമി നഷ്ടപ്പെടാതെ സംരക്ഷിച്ച് കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അപ്പം അതിനുള്ള സമയം. കാരണം നമ്മളൊരു യുദ്ധഭൂമിയിലാണ് എന്ന് ആർക്കും അറിയില്ല. നമ്മളത് ലാഭമാണ് നോക്കണം. നമ്മൾ കൃഷിയുടെ കഷ്ടപ്പാട് കൂടിക്കൂടി വരുന്നു, വിളവ് കുറഞ്ഞു വരുന്നു. എന്തായിരിക്കും സ്വാഭാവികമായ മനുഷ്യൻ എന്തായിരിക്കും ചെയ്യുക? അവൻ കമ്പനി ചെയ്യപ്പെടും, വിറ്റ് കളയാനായിട്ട് കമ്പനി ചെയ്യപ്പെടും. ആ സാഹചര്യത്തിൽ കൊണ്ട് നമ്മളെ എത്തിക്കും. അപ്പം അതൊരു സംവിധാനം ഇവിടെ നടക്കുന്നു. ഫുഡ് ആസ് എ വെപ്പൺ, ഭക്ഷണത്തെ ആയുധമാക്കിക്കൊണ്ടുള്ള ഒരു യുദ്ധം ഇവിടെ നടക്കുന്നു. അടുത്തത്, അതൊരു അധാർമികമായ പരിപാടിയല്ലേ? ഒരു രാജ്യത്തെ ചതിച്ച് ഭക്ഷണത്തിൽ വിഷം കൊടുക്കുന്നത് അധാർമികമല്ലേ? എലിക്കാണേലും ഭക്ഷണത്തിൽ വിഷം വെച്ച് കൊടുക്കുന്നത് തെറ്റല്ലേ? എലിയെ കൊല്ലാൻ വേണ്ടി എന്തായിരിക്കും ചെയ്യുക? എലിയെ കൊല്ലാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യണത് എന്താ? കപ്പയ്ക്കകത്ത് എലി വിഷം വെച്ച് അങ്ങനെ കൊല്ലുന്നു. എലിയെ കൊല്ലാം. പക്ഷേ എന്താ ചെയ്ത അവിടെ? ആ ഭക്ഷണത്തിൽ വെച്ചു. അധാർമികതയില്ലേ? അതേമാതിരി തന്നെയാണ് നിങ്ങളുടെ ഭക്ഷണത്തെ സുഭിക്ഷമായിട്ട് ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങൾ കയ്യിലെടുക്കാം, പിന്നെ നിങ്ങളെ വരുതിക്ക് വരുത്താം, അടിമകളാക്കാമെന്ന ചിന്തയാൽ ചെയ്യുമ്പോൾ അവിടെ ഒരു അധാർമികതയുണ്ട്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്താ ചെയ്യണേ? കൃഷി ചെയ്യുക. നഷ്ടമാണ് എങ്കിലും കൃഷി ചെയ്യുന്നു. എന്താണ് അവിടെ ചെയ്യണേ? അവിടെ ഒരു ധർമ്മയുദ്ധമാണ്. കൃഷിഭൂമി പിടിച്ചു പറ്റാൻ, ആഹാരത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത്തിലെത്താൻ അവിടെ ഒരു ധർമ്മയുദ്ധ ഭൂമിയിലാണ്. ശരി, അങ്ങനെ വീണില്ല. ഇന്ത്യൻ ജനം അങ്ങനെ വീണ് കിട്ടണില്ല. കാര്യം എന്താണ്? എത്ര പട്ടിണിയായാലും ആളുകൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അടുത്ത ആയുധം ഇറക്കുന്നത്. അടുത്ത ആയുധം ഇറക്കി സീഡ് വെപ്പൺ, സീഡ് ആസ് എ വെപ്പൺ.
അതായത് വിത്തുകളെ ആയുധമാക്കൽ എന്നൊരു തന്ത്രം കൂടി എടുത്തു. അടുത്ത ഒരു പടി മുന്നിലാണത്, ഒരു പടി മുന്നിലാണ്. ഭക്ഷണത്തിനേക്കാളും ഒരു പടി ഭക്ഷണം ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുക. എങ്ങനെ? വിത്തിനെ കൈപ്പിടിയിലാക്കിയാൽ സീഡിനെ ഉൾപ്പെടെ വിത്ത് കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം അതിൻ്റെ നിയന്ത്രണത്തിലെത്തി. അവിടെയാണ് ടെർമിനേറ്റഡ് സീഡ് വരുന്ന അവിടെയാണ്. ടെർമിനേറ്റഡ് സീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഒരു വിത്ത് നിങ്ങൾക്ക് തന്നു, ആ വിത്ത് നന്നായിട്ട് ഹൈബ്രിഡ് വിത്താണത്, നന്നായിട്ട് വളർന്ന് വലുതായി കായ്ക്കും. പക്ഷേ അതേന്നൊരു വിത്തെടുത്തിട്ടാൽ കിളുക്കില്ല. മനസ്സിലായില്ലേ? ടെർമിനേറ്റഡ് സീഡാണ്. അതിറക്കി, അത് വിത്ത് നിയന്ത്രണത്തിൻ്റെ ഒരു ഭാഗമാണ്. വിത്തിനെ കയ്യിലെടുത്ത് ഒരു രാജ്യത്തെ കസ്റ്റഡിയിലാക്കാം എന്നുള്ളതിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ടെർമിനേറ്റഡ് സീഡ്. അതെ, GM എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സാധനമുണ്ട്. മനസ്സിലായില്ലേ? ടെർമിനേറ്റഡ് സീഡിൻ്റെ ഒരു പുതിയ സാധനമാണ് ജനറ്റിക്കലി മോഡിഫൈഡ്. ഇത് രണ്ടിലും ജീനിൽ ഇടപെടണം, അല്ലാതെ നടക്കില്ല. ജീനിൽ ഇടപെട്ടാലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വിത്ത് കിളുക്കില്ലേ. വിത്ത് കിളുക്കാതിരിക്കാനൊരു സംവിധാനം ടെർമിനേറ്റഡ് സീഡിൽ ചെയ്യുന്നു. മറ്റതല്ല, പ്രതിരോധിക്കാനും കീടങ്ങളെ പ്രതിരോധിക്കാനും എല്ലാ വിധത്തിലുള്ള ഒരു സംവിധാനം കൂടി ചെയ്യുന്നു. ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകൾ ഇറക്കി തന്നു. ആരാണിത്? ഇതിൻ്റെ മെയിൻ ആരാണ്? അമേരിക്കയിൽ ആരാണ്? അമേരിക്ക നേരിട്ട് ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല. അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും എല്ലാവർക്കും. പക്ഷേ മോൺസാൻറ്റോ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അമേരിക്കയ്ക്ക് വേണ്ടി അതിൻ്റെ യുദ്ധനായകനായിട്ട് നിൽക്കുന്നത്. മോൺസാൻറ്റോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ വിത്തുകൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. മോൺസാൻറ്റോയുടെ ടെർമിനേറ്റഡ് GM സീഡുകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും അവർ വളഞ്ഞ വഴിയിലൂടെ ഇവിടെ വിത്തുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളെ കൊണ്ട് വിത്ത് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു വിത്ത് നല്ല വിളവ് വിത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻറ്റ് വന്ന് നമ്മുടെ തന്നാൽ നമ്മളെന്തായിരിക്കും ചെയ്യുക? പരീക്ഷിക്കും. കൊള്ളാം, സാധനം കൊള്ളാമെന്ന് വിചാരിക്കും. അടുത്ത വിത്തിന് വേണ്ടിയിട്ട് വീണ്ടും അവൻ്റെ സീഡ് ആസ് എ വെപ്പൺ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിത്തുകൾ സംരക്ഷിക്കണം. പാരമ്പര്യ വിത്തുകളുണ്ട്, പരമ്പരാഗതമായ വിത്തുകൾ. ഒരെണ്ണം പറയാമോ? പാരമ്പര്യ വിത്ത് ഏതാണ്? ഒരു വിത്ത് ആര്? ചെമ്പാവ്. പഴയ ഒരു നെല്ലന. പയറിലൊരെണ്ണം പറഞ്ഞു, കഞ്ഞിക്കിഴി പയർ. ഇവിടെ 18 മണിയൻ പയർ. 18 മണിയൻ പയർ എന്ന് പറഞ്ഞൊരു പയറുണ്ടായിരുന്നു നമുക്ക്. 18 മണിയൻ പയറുണ്ട്, 22 മണിയൻ പയറുണ്ട്. 22 മണിയൻ പയറുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വിത്തുണ്ടായിരുന്നു. ചേമ്പിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഏതാണ്? ചേമ്പിനകത്തൊരു നാടൻ വിത്തുണ്ടായിരുന്നു. താമരക്കണ്ണൻ ചേമ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എല്ലാ മേഖലയും നെല്ലിലുണ്ടായിരുന്നു, ചേമ്പിലുണ്ടായിരുന്നു, കിഴങ്ങുകളിലുണ്ടായിരുന്നു, എല്ലാത്തിലും നാടൻ വിത്തിനങ്ങൾ ഉണ്ടായിരുന്നു. ഈ നാടൻ വിത്തിനങ്ങളുടെ പ്രത്യേകത എന്താണ്? ആ പ്രദേശത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വളരാനും ആ പ്രദേശത്തെ കീടങ്ങളുടെ ജീവിത ചക്രണവുമായി ഇണങ്ങിച്ചേർന്നതാണ്. നശിച്ചു പോയില്ല അവര്. ആ നാടൻ വിത്തിനങ്ങൾ നമുക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാലാവസ്ഥയിൽ ഒരു മാറ്റം വന്നിരിക്കട്ടെ. കാലാവസ്ഥ മഴ വരേണ്ടത് ജൂൺ 1, മഴ വരണത് ജൂൺ 15 അപ്പം അതിനനുസരിച്ച് പൂക്കാൻ ഉള്ള വ്യത്യാസം ഒരു നേരത്തെ വന്നെന്നിരിക്കട്ടെ. നേരത്തെ പൂക്കാൻ ഉള്ള കഴിവ് നേടാനുള്ള കഴിവ് നാടൻ ഇനങ്ങൾക്ക് ഉണ്ട്. ഹൈബ്രിഡ് വിത്തിന് അത് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാലാവസ്ഥയെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള തെർമോസ്റ്റാറ്റ് ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും.
തെർമോസ്റ്റാറ്റ് ക്വാളിറ്റി ഉണ്ട്. അതായത് ആ ടെമ്പറേച്ചർ അനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യും. 15 ദിവസം അങ്ങോട്ടോ 15 ദിവസം ഇങ്ങോട്ടോ പോകാനുള്ള ഒരു കപ്പാസിറ്റി ആ വിത്തിനങ്ങൾക്കുണ്ട്, നാടൻ വിത്തിനങ്ങൾക്കുണ്ട്. ആ നാടൻ വിത്തിനങ്ങളുടെ ഏക പോരായ്മ എന്തായിരുന്നു? സ്വാദുണ്ട്. ഏക പോരായ്മ എന്തായിരുന്നു? വിളവ് കുറവ് എന്നുള്ള ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നു. വിളവ് നമ്മൾ 10,000 വർഷമായിട്ട് കൂട്ടിയൊരു മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ, ആ മെത്തേഡ് പ്രയോഗിക്കണ്ടായിരുന്നു. ആ വിളവ് നമ്മൾ കൂട്ടിയത് എങ്ങനെയായിരുന്നു? മണ്ണിനെ പോഷിപ്പിച്ചിട്ടായിരുന്നു. മണ്ണിന് വേണ്ടത് മുഴുവൻ കൊടുത്തിട്ടായിരുന്നു പോഷിപ്പിച്ചത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? വിത്തിലെ ഇടപെട്ട വിത്തിന് പോയി ഹൈബ്രിഡ് വിത്ത് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പുറകെ മണ്ണ് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ എനിക്ക് കുഞ്ഞുനാളിൽ അറിയാവുന്നൊരു കാര്യമുണ്ട്. അമ്മ നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്യും. ആളുകളെ കൂട്ടത്തിൽ ഇറങ്ങും. ചവറ് പറിക്കാനും ഞാറ് നടാനും എൻ്റെ അമ്മ കൂട്ടത്തിൽ പാടത്ത് അവരുടെ കൂട്ടത്തിൽ ഇറങ്ങി നിന്ന് കൃഷി ചെയ്യുമായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ഞാനും ഇറങ്ങുമായിരുന്നു. ഇപ്പം ഞാറ് നടന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ കൂട്ടത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ഞാറ് നടുമായിരുന്നു. അമ്മ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. നെൽകൃഷി ചെയ്യുമ്പോഴത്തേക്ക് വിത്ത് പാടം, അച്ഛൻ ഇതിലൊന്നിനും ഇടപെടില്ല, കൃഷിയിലൊന്നും നോക്കണ്ട. പൂർണ്ണ ചുമതല ആർക്കാണ്? അമ്മയ്ക്കാണ്. അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു പാടമുണ്ട്, വിത്ത് പാടം എന്ന് പറഞ്ഞാൽ വിത്തെടുക്കാനായിട്ട് പ്രത്യേകം ഒരു പാടം. ഞാറ്റടി തീർക്കണതല്ല, അത് പറിച്ചാടാൻ വേണ്ടി എടുക്കണം. മനസ്സിലായില്ലേ? അത് കുറച്ച് കരയിൽ ഞാറ് അടുപ്പിച്ച് പാകി കിളിപ്പിച്ച് നിർത്തും. എന്നിട്ട് പാടം ഒരുക്കിയ ശേഷം ഇത് പറിച്ചുകൊണ്ട് നടാൻ വേണ്ടി. ഇതല്ല, ഈ പാടത്ത് വിത്തിന് വേണ്ടിയിട്ട് ഒരു പാടം മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകതയുണ്ട്. വളം എല്ലാം മറ്റെടുത്ത് കൊടുക്കുന്നേക്കാളും കൂടുതൽ കൊടുക്കും. വളമെല്ലാം അതെന്തിനാണ്? കൂടുതൽ വിളവുകളുള്ള വിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വളം എല്ലാം കൂടുതൽ കൊടുക്കും. മറ്റെടുത്ത് കൊടുക്കുന്നേക്കാളും ഒരു 50% വരെ ചിലതൊക്കെ കൂടുതൽ കൊടുക്കും. കൂടുതൽ കൊടുക്കും. നേരത്തെ ഒരുക്കിയിടും. ഇത് മാത്രമല്ല, കൊയ്യണതിൻ്റെ ഒരു 2 ദിവസം മുമ്പ്, കൊയ്ത്ത് വരുന്നു 2 ദിവസം മുമ്പ് അമ്മയ്ക്കൊരു ജോലിക്കാരിയുണ്ട്, ഒരു സ്പെഷ്യൽ ജോലിക്കാരിയുണ്ട്. അവളെ വിളിപ്പിച്ചിട്ട് പറയും, നീ പോയി അതിനകത്ത് നിൽക്കുന്ന ആ പ്രത്യേകതയുള്ളതൊക്കെ കൊയ്ത് മാറ്റിക്കൊണ്ടുവരാം. അതായത് ചെനപ്പ് കൂടുതലുള്ളത്, മണികൾ കൂടുതലുള്ളത് മുഴുവൻ ടാഗ് ചെയ്യും, അടയാളപ്പെടുത്തിയിട്ട് അത് മുഴുവൻ കറ്റയാക്കി കൊണ്ടുവരാൻ പറയും. അതൊക്കെ കറ്റയാക്കി കൊണ്ടുവന്നിട്ട് ബാക്കി കൊയ്യുള്ളൂ. മനസ്സിലായില്ലേ? ഗ്രേഡിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഗ്രേഡിങ് ഓരോ പ്രാവശ്യവും കൃഷി ഇറക്കുമ്പോൾ ഈ വിത്ത് പാടത്തെ ഏറ്റവും നല്ലതിനെ കൊയ്ത് വിത്തിനായിട്ട് മാറ്റിയിട്ട് അതാണ് അടുത്ത പ്രാവശ്യം മൊത്തം വിതയ്ക്കുന്നത്. ഗ്രേഡിങ് ആണിത്. വളം കൂടുതൽ കൊടുക്കും, ഗ്രേഡിങ് നടത്തും. ഏറ്റവും നല്ലതിനെ തിരിഞ്ഞെടുത്തിട്ട്, അതായത് ജനറ്റിക്കലി അവൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പരിണാമ വിധേയത്വം ആ വിത്തിന് സംഭവിക്കുന്നുണ്ട്. അതെടുത്തിരുന്നു. ആ ഒരൊറ്റ കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ GM സീഡിനേക്കാളും നല്ല വിത്തൂടെ ഉണ്ടാവുമായിരുന്നു. മനസ്സിലായില്ലേ? ഈ ഒരൊറ്റ കാര്യം ചെയ്ത് മുന്നോട്ട് നമ്മൾ പോയിരുന്നെങ്കിൽ ഇന്നത്തെ ഇവിടുത്തെ ഗവൺമെൻറ്റും കൃഷിഭവനും ഗ്രേഡിങ് എന്ന് പറയുന്ന ആ പാരമ്പര്യ അറിവ് മാത്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഏറ്റവും നല്ല മുന്തിയ വിത്ത് എല്ലാ വിളകളിലും ഇന്ന് ഇവിടെ ഉണ്ടാകുന്നത്. അവിടെ മണ്ണിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, വിത്തിനല്ല. കാരണം നമുക്ക് വിത്തിനകത്ത് ഇടപെടാൻ അറിയില്ലായിരുന്നു. മണ്ണിനെ പോഷിപ്പിച്ച് പുതിയ ഇനങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. ഇതെനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ ജൈവ കൃഷിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ചെറുപയർ കൃഷി ചെയ്തപ്പോഴത്തേക്ക് വിത്തില്ല. ചെറുപയറിൻ്റെ വിത്ത് അവിടെ ഇല്ല. ഞങ്ങളുടെ പാടത്തൊരു 32 സെൻറ്റുള്ള ഒരു ചെറിയ കണ്ടം മേടിച്ചു. അതിനകത്ത് വിത്ത് എവിടെ നിന്നാണ് വിത്ത് മേടിച്ചെന്നറിയാം? ചേർത്തല കമ്പോളത്ത് നിന്ന് മേടിച്ച വിത്ത്. ചേർത്തല കമ്പോളത്ത് നിന്ന് മേടിച്ചിട്ട് വന്ന വിത്തെറിഞ്ഞിട്ട് ആ വർഷം ചെറുപയർ കൃഷി ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? ആ കൃഷി ചെയ്യണം. നല്ല ഒന്നാന്തരം വിളവ് കിട്ടുന്ന സാധനം, ഒന്നാന്തരം വിളവ്. കേരളത്തിൽ സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചെറുപയർ. പക്ഷേ ഒരു മെനക്കേടുണ്ട്, പറിക്കണം ഡെയിലി. നിങ്ങൾ പറിച്ചില്ല, ഞാൻ ആരുടെയൊക്കെ പറഞ്ഞു. ഇവർ ഉഴുന്ന് പറിക്കണ പോലെ എല്ലാവരും ഒരുമിച്ച് പറിക്കാൻ. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നും കാണില്ല. അന്നന്ന് പറിക്കണം. അന്നന്ന് വിളയണത് പറിച്ച് അന്നന്ന് വെയിലത്തിട്ട് ചവിട്ടി പയറാക്കി പിന്നെ പയർ ഉണക്കി ശേഖരിച്ചോണം. ഉണങ്ങിക്കഴിഞ്ഞാണ് പറിക്കേണ്ടത്. ഉണങ്ങി കറുത്ത് വരില്ലേ? കറുത്ത് ഇങ്ങോട്ട് വരും. അത് പച്ച മഞ്ഞയാകും, മഞ്ഞ കറുക്കും.
കറുത്ത് ഒറ്റ ദിവസം കൂടി കറുപ്പോടെ നിന്ന് പൊട്ടി വിടർന്നിട്ട് തെറിച്ചു പോകും. ഉഴുന്ന് അങ്ങനെയല്ല, നിങ്ങൾ ചോടടെ പറിച്ചാൽ മതി. ചെറുപയർ പയറായിട്ട് തന്നെ പറിക്കണം. ഇത് പരിചയമുള്ള ആൾക്കാരെ വിട്ട് പറപ്പിക്കുകയും വേണം, അല്ലെങ്കിൽ അതേ പിടിച്ച് വലിച്ചാൽ ചോട് പറഞ്ഞു പോരും. ആ ഒരു കൊലയായിട്ട് നിൽക്കുകയാണ്, അത് മേലോട്ട് എടുത്തിട്ട് ഒന്ന് മുക്കാങ്കിൽ പയറടന്ന് പോരും. ഓരോന്ന് പറഞ്ഞിട്ട് പറിച്ചെടുത്ത് സ്റ്റോക്ക് ചെയ്യണം. രാവിലെ പറിക്കണം, വൈകുന്നേരം പറിക്കണം. രാവിലെ ചെന്ന് പറിച്ച് തീർത്ത പാടത്ത് വൈകുന്നേരം ചിലപ്പോഴും വിളഞ്ഞത് കാണും. രാവിലെ വൈകുന്നേരവും വിളഞ്ഞ പറിച്ച് ശേഖരിച്ച് എടുക്കണം പയർ. അതിൽ നിന്ന് ഞാൻ സൂപ്പർ വിത്തുണ്ടാക്കി ഈ ഗ്രേഡിങ്ങിലുണ്ട്. അതിലും ഈ ഏറ്റവും നല്ലത് ആദ്യം പറിച്ച് ഞങ്ങൾ വിത്തിനായിട്ട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് അടുത്ത പ്രാവശ്യം ആ വിത്ത എടുത്തത്, അതിൻ്റെ അടുത്ത പ്രാവശ്യം അതായത് വന്നപ്പോഴത്തേക്ക് നല്ല നീളമുള്ള ചെറുപയർ കുറച്ച് പറിച്ചാൽ മതി. അതിനെ പൊങ്ങി വരും, ഒരുപാട് കുനിഞ്ഞ് കിടക്കണ്ട. ചെറിയ പയറാണെങ്കിൽ കമർന്ന് കിടന്ന് പറിക്കും. പൊങ്ങി വരണ പയർ നോക്കിയിട്ട് പറിച്ചെടുക്കാം. ഇത് ചെയ്യാമായിരുന്നു നമുക്ക്, പക്ഷെ നമ്മളതിലൂടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കൃഷിയിടത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു വിത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമ്മുടേതായ ഒരു വിത്ത് മാറ്റിയെടുത്തു കൊടുക്കും. അല്ലാതെ വിത്ത് എവിടെയെങ്കിലും മേടിക്കും, ഇപ്പം കിട്ടുന്നുണ്ട്, അവിടെ കിട്ടുന്നുണ്ട്, കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കരുത്. അല്ലല്ല, ആദ്യത്തെ വിളവ് കഴിഞ്ഞ് ആദ്യത്തെ വിളവ് വിത്തിനായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് മൂത്ത് പോകും. ആദ്യത്തെ ഒരു ഭൂമി പറിച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ആദ്യത്തെ ഒന്ന് പറിച്ച് രണ്ടാമത്തെ തൊട്ട് വിത്തിന് തുടങ്ങിയിട്ടുണ്ട്. മധ്യഭാഗം വരെ പോകരുത്, മധ്യഭാഗത്തിന് താഴെ നിൽക്കണം. ആയുസിന്റെ മധ്യഭാഗത്തിന് താഴെ നിൽക്കുന്ന സമയത്ത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ ചെടികളിലും വരുന്നതിൽ ഏറ്റവും നല്ലതും ഭംഗിയുള്ളതും മുഴുപ്പുള്ളതും കരുത്ത് കൂടി നിൽക്കുന്നതും വീടം കുത്താൻ നിൽക്കുന്നതും ഒക്കെ നോക്കി സെലക്ട് ചെയ്ത് വിത്തെടുത്തിട്ട് ബാക്കി മാർക്കറ്റിൽ വിടാവുള്ളൂ. അത് സൂക്ഷിക്കണം. വിത്ത് നമ്മളുടെ കസ്റ്റഡിയിൽ ശേഖരിക്കുക എന്നുള്ളത് യുദ്ധത്തിൽ തോൽക്കാതിരിക്കാനുള്ള പടച്ചട്ടയാണ്. മനസ്സിലായില്ലേ? ഒരു യുദ്ധത്തിൽ തോൽക്കാതിരിക്കാനുള്ള പടച്ചട്ട വിത്ത് കയ്യിലെടുത്തു. ഏതാ? അതും ഇതുപോലെ തന്നെ, എല്ലാം ഇതുപോലെ തന്നെ. ആദ്യത്തെ ഒരെണ്ണം പറിച്ചെടുത്തു. ഇനി അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കണ്ടാൽ നിർത്തിക്കോളും. ചില ചെടികളിൽ എക്സ്ട്രാ ഓർഡിനറികൾ വരും. എക്സ്ട്രാ ഓർഡിനറി വന്നു കഴിഞ്ഞാൽ അത് നിർത്തിക്കോളും. മനസ്സിലായില്ലേ? സാധാരണ ഒരേ വിത്താണ് ഇട്ടത്, പക്ഷെ അതിൽ ഒരു ചെടി വളരെ വ്യത്യസ്തമായ രീതിയിലാണ്, ചെനപ്പുകൾ കൂടുതലാണ്, കായ്ക്ക് വളരെ വലിപ്പം കൂടുതലാണ്, സ്ട്രെയിറ്റ് ആണ്. അങ്ങനെ നോക്കണമെങ്കിൽ അതിന് പ്രത്യേകം വിത്തിട്ടുള്ളൂ. ആ ഒരു ചെടി പോയാലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടത് വിത്താണ്. അതിനകത്ത് വിളവ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ വിത്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വിത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വിത്ത് ഗുണം 10 ഗുണം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ്? മണ്ണിനാണെന്നുള്ള ആ ബോധത്തോടെ നമ്മൾ വിത്തുകൾ ശേഖരിക്കുക. ഒരു വിത്തെടുത്ത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു, ഒരു വിത്തെടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നു. ആ വിത്തിൻ്റെ അറിവ് എന്തായിരിക്കാം? ആ വിത്തിന് കിളുക്കാൻ അറിയില്ലേ? കിളുക്കാൻ അറിയാലോ. ഒരു മാങ്ങ അണ്ടി ഏതെങ്കിലും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ടുണ്ടോ? ഒരു മാങ്ങ അണ്ടി പോയി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്ന് ഡിഗ്രി നേടിയോ? ഏതെങ്കിലും ഒരു കൃഷി വിദഗ്ധൻ്റെ ഉപദേശം തേടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അനുകൂലമായ സാഹചര്യമാണെങ്കിൽ ആ മാങ്ങാണ്ടി കിളുക്കും, വളരും, വലുതാകും. മാങ്ങ ഉണ്ടാക്കാൻ ആർക്കറിയാം? മാങ്ങാണ്ടിക്കറിയാം. ആ മാങ്ങാണ്ടിയുടെ നോളജ് അതാണ്. അപ്പോൾ ആ മാങ്ങാണ്ടിയിൽ ആ മാങ്ങ ഉണ്ടാക്കാനുള്ള നോളജിന് എത്ര കാലം പഴക്കമുണ്ടായിരിക്കും? എത്ര കാലത്തെ അറിവായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ളത്? അതിൻ്റെ അമ്മയുടെ അറിവ് നൂറ്റാണ്ടുകളല്ല, 1000 ആണ്ടുകളുമല്ല, കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ പകർന്നു വന്ന സകല അറിവുമായിട്ടാണ് ഇന്നൊരു മാങ്ങാണ്ടി അവിടെ ഇരിക്കുന്നത്, അല്ലേ? ഇനി വരും കാലത്തെ മുഴുവൻ അറിവും കൊണ്ടാണ് ഇരിക്കുന്നത്.
അടുത്ത 50 വർഷം കഴിയുമ്പോൾ ഇവിടെ മരുഭൂമിയാകുമെന്നും ആ മരുഭൂമിയിൽ അതിജീവിക്കാനുള്ള അറിവ് കൂടി വെച്ചിട്ടാണ് ഈ മാങ്ങാണ്ടി അവിടെ ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഒരു മാങ്ങാണ്ടി അല്ലേ എന്നാണ്. ഒരു വിത്തിനുള്ളിലെ അറിവിൻ്റെ ആഴമിളക്കാൻ ഒരു ശാനുഷ്യനും പറ്റില്ല. അതിൻ്റെ അറിവ് എത്ര അറിവുണ്ട് എന്ന് അളന്നു നോക്കാനായിട്ട് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണ ഒരു ശാസ്ത്രത്തിനും പറ്റില്ല, ഒരു മനുഷ്യനും പറ്റില്ല. അത്രമാത്രം അറിവ് അതിനകത്ത് ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടക്കോട്ട് കൂടിയാണ് കയറി ചെന്നിട്ട് നാളെ കീടകുത്താതിരിക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തുന്നത്. നടക്കുമോ? എന്തായിരിക്കും ചെയ്യുക? വിത്തിൻ്റെ അന്ത്യമായിരിക്കും. വിത്തിൻ്റെ അന്ത്യം, വിത്തിൻ്റെ അറിവിൻ്റെ അന്ത്യമാണ്. ആര് ചെയ്യുന്നുണ്ട്? കൊണ്ട് കളത്തിലെത്തി ചെയ്യുന്നുണ്ട്, നിരോധിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഭക്ഷണത്തിലേക്ക് അനുവദിച്ചിട്ടില്ല. പരുത്തി കൃഷിയിൽ GMC അനുവദിച്ചിട്ടില്ല. പരുത്തി കൃഷിയിൽ പഞ്ഞി ഉണ്ടാക്കാനുള്ള കൃഷിയില്ല, അതിലുണ്ട്. വഴുതനങ്ങ കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. കടുകിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുകല്ലേ അധികം ഉപയോഗിക്കുന്നില്ല. എന്തിനാണത്? കടുകിനെ GMC ഉപയോഗിക്കാനുള്ള സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിനെ. കടുകല്ലേ വളരെ കുറച്ചല്ലേ ഉപയോഗിക്കുള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, ആരും വേണമെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്തിനാണത്? ഒരു ഭക്ഷണത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഭക്ഷണത്തിൽ കയറാന്നുള്ളത്. കടുകിൽ കയറി കഴിഞ്ഞാൽ ചെറുപയറിൽ കയറാം, അല്ലെങ്കിൽ ഉഴുന്നിൽ കയറാം. ഇങ്ങനെ നുഴഞ്ഞ് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കും വിത്തിൻ്റെ കാര്യത്തിൽ, വളരെ കെയർഫുള്ളായിരിക്കും. ഇപ്പം GMC എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു നല്ല കാര്യമല്ലേ, മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ എല്ലാ വിത്തുകൾക്കും നമ്മൾ ആശ്രയിക്കുന്നത് യൂണിവേഴ്സിറ്റികളെയാണ്. യൂണിവേഴ്സിറ്റിയാണ്, നല്ലതാണ്, ആശ്രയിക്കരുത്. ആശ്രയിക്കാതെ നിൽക്കാനുള്ള വഴി നമ്മൾ കണ്ടുപിടിച്ചു. അത് ജൈവകൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ് വിത്ത് ശേഖരിക്കൽ എന്ന് പറയുന്നത്. വിത്ത് നമുക്ക് ഹൈബ്രിഡൈസ് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പാടില്ലേ? സ്കൂളിൽ പോകാത്തവരാണ് അവർ, പക്ഷെ അവർക്ക് ചെയ്യാമെങ്കിൽ. അവിടെ കഞ്ഞിക്കുഴിപ്പയർ ഉണ്ടാക്കിയത് 7ാം ക്ലാസ്സുകാരനായ സുബകേശനാണ്. 7ാം ക്ലാസ്സുകാരനാണ് കഞ്ഞിക്കുഴിപ്പയർ ഉണ്ടാക്കിയത്. ആ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കാൻ പാടില്ലേ? ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുക്കും? മണ്ണിന് കൊടുക്കും. എല്ലാവർക്കും ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഏരിയ ഉണ്ട്. ഇപ്പോൾ വിത്ത് പാടം, എല്ലാ വിളകൾക്കും ഒരു വിത്ത് പാടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യും. വിത്ത് പാടം, ഒരു ചെറിയ ഏരിയ വിത്ത് പാടം, അതിന് കൂടുതൽ വളം കൊടുക്കുക, കൂടുതൽ സംരക്ഷണം കൊടുക്കുക, കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അവിടുന്ന് വിത്ത് ശേഖരിച്ച് വീണ്ടെടുക്കാനുള്ള ഒരു സംവിധാനം. എല്ലാ വിളകൾക്കും ഒരു വിത്ത് പാടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവുകയും നമ്മുടെ വിത്ത് തന്നെ ഉപയോഗിക്കാൻ ചെയ്യുക. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുന്ന ആളിനെ ശ്രദ്ധിച്ചു. ആൾ വരും നിങ്ങളുടെ വേണ്ട, ഇതിനേക്കാളും മുന്തിയ വിത്ത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു വരും, വെറുതെ തരാമെന്ന് പറഞ്ഞു വരും. ശ്രദ്ധിച്ചോ? വെറുതെ തരാൻ ഞങ്ങൾ വിത്ത്, നിങ്ങളെന്തിനിങ്ങനെ പാടുപെടണം എന്ന് പറയുന്നു. ആ അപ്പം തന്നെ മനസ്സിലായിക്കോ അത് അജണ്ടയുടെ ഭാഗമാണ്. അവർ വരുന്നത് അജണ്ടയുടെ ഭാഗമായി. നിങ്ങളിപ്പോൾ ഒരു 300 ഏക്കർ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് എത്ര 1000 രൂപയുടെ വിത്ത് മേടിക്കുമെന്ന് അവർക്കറിയാം. അതല്ലേ? നിങ്ങൾ സ്വന്തം വിത്തായാലും ചെല്ലുമോ അവരുടെ കയ്യിലിട്ട്? ചെല്ലുന്നില്ല. അവിടെ വിത്ത് ഒരു വെപ്പണാണ്. സീഡ് ആസ് എ വെപ്പൺ എന്ന് പറയുന്നത്. എത്ര 1000 വിത്തുകൾ, 1,60,000 നെൽവിത്തിനങ്ങളുണ്ടായിരുന്നു ഭാരതത്തിൽ. 1,60,000 വിത്തുകൾ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞില്ലേ? ഇപ്പം എത്ര വിത്തുണ്ടാകും? അല്ല 10, 50, 200 വിത്തുകളാണ്. 1,60,000. ഇതിൽ 16,000 വിത്തിനങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, റിച്ചാറിയ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. 16,000 വിത്തുകൾ. എന്നിട്ട് IRRIയിൽ നിന്ന് നമുക്ക് 2 വിത്ത് തന്നു. ഏതാണെന്ന് അറിയാമോ? IR8 തൈനാനും. IR8 തൈനാനും 2 വിത്തുകൾ തന്നു. തിന്നാൻ കൊള്ളുമായിരുന്നു. പശപ്പച്ചരി. കർഷകർ തള്ളിക്കളഞ്ഞു. IR8 തൈനാനും പോയി, തള്ളിക്കളഞ്ഞു. എടുക്കാതെ തള്ളിക്കളഞ്ഞു. അവിടെ ഒരു പരാജയം അവർക്ക് പറ്റി. കർഷകർ എടുക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എടുത്തില്ല. വീണ്ടും കർഷകർ പല വഴികളിലൂടെ എങ്ങനെയൊക്കെയോ തിന്നും പോവുകയാണ്. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന വിത്തുകൾ മുഴുവൻ
നശിച്ചു പോയിരിക്കുന്നു. ആ വിത്തിനെ കൊണ്ടുവരാൻ പറ്റില്ല, ഇനി വിത്തിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, വിത്ത് പൂർണ്ണമായും ഒരിക്കലും നശിച്ചു പോവില്ല. ഏതെങ്കിലും മലമടക്കിൻ്റെ കോണിൽ ഈ വിത്തുണ്ടാവും. നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന വിത്ത് ഏതെങ്കിലും ഒരു ആദിവാസികളുടെയും ഏതെങ്കിലും ഒരു വിവരമില്ലാത്തവരുടെയും ഉണ്ടാവും. മനസ്സിലായില്ലേ? അവരുടെ തപ്പി നടന്ന ആ വിത്തുകൾ ശേഖരിച്ചോളൂ. നടന്നാൽ കിട്ടും. ഞാൻ ഇടുക്കിയിലെ മേമാരി ഊര് എന്ന് പറയുന്ന ഒരു ആദിവാസി ഊരുണ്ട്. മേമാരി, ഇടുക്കിയിലെ മേമാരി ഊര് എന്ന് പറയുന്ന ഒരു ഊരിൽ ഞാൻ ആരും അറിഞ്ഞു അവിടെ ഒരു ഏത്തവാഴ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ആ ഏത്തവാഴ കാണണമെന്ന് പറഞ്ഞു. അവസാനം ആ ഫോറസ്റ്റുകാരെന്നെ കൊണ്ടുപോയി ജീപ്പ് ചെല്ലിടത്ത് നിന്ന് പുഴ നീന്തി അപ്പുറത്ത് കിടന്ന് നടന്ന് കിലോമീറ്ററുകൾ നടന്നാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ അവർ പറയണത് കാണിക്കരുത്. എല്ലാ വിത്താണെന്നറിയോ ഏത്തവാഴ? ഒറ്റമുങ്കി എന്ന് പറയും. മുങ്കി പടലമുങ്കിയുണ്ട്, ഒറ്റമുങ്കിയുണ്ട്. ഇതിൻ്റെ സ്വാദെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല എൻ്റെ സ്വാദ്. ഞാൻ വയനാട്ടിൽ, നിങ്ങൾ വയനാടല്ലേ? വയനാട്ടിൽ സുഗന്ധഗിരി കാപ്പിത്തോട്ടയില്ലേ, ഗവൺമെൻറ്റിൻ്റെ സുഗന്ധഗിരി കാപ്പിത്തോട്ടത്തിലേക്ക് പോണ വഴിയിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്. അവിടെ ഒന്ന് പോയി. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ മുഹമ്മയിൽ ഒരാളവിടെ ജോലിക്കുണ്ട്. അയാളെ കാണാമെന്ന് വിചാരിച്ചാണ് അവിടെ പോകുന്നത്. വയനാട്ടിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ അയാൾ മുഹമ്മയ്ക്ക് പോയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞു. തിരിച്ച് നടന്ന് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ചാറ്റൽ മഴ വന്നു. ഒരു കടയിൽ ഓടിക്കയറി. ആ കടയിൽ ഓടിക്കയറിയപ്പോൾ അവിടെ ഒരു ഏത്തപ്പഴം, നമ്മുടെ സാധാ ഏത്തപ്പഴം നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നിട്ട് പതുക്കെ ഒരു കായ പിടിച്ചു, നടന്ന് കയ്യിലിരുന്നു. ഞങ്ങൾ തിന്നു. ഞാനും എനിക്ക് ഒരെണ്ണം എടുത്തതെന്ന് പുള്ളി എടുത്തുനിന്ന് വായിലൊക്കെ ഇട്ടിട്ട് തമ്മിൽ നോക്കി. ഇതെന്തൊരു സാധനം, കൽക്കണ്ടം പോലെ ഇരിക്കും. പൊടിയാണ്, ആപ്പിളിൻ്റെ പൊടിയില്ലേ, അങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ പൊടിയാണ്. പൊടി പറക്കുന്ന പോലത്തെ പൊടി വാങ്ങിയിട്ട് ഞങ്ങൾ തമ്മിൽ നോക്കി. എന്നതാണിത്? മുഴുവൻ തിന്നു. ഒരേ കൂടി തിന്നു. ഒരേ തിന്നു കഴിഞ്ഞിട്ട് കടക്കണ്ടി ഇത് എന്നെ ഏത്തപ്പഴം, ഇതെന്ത് ഏത്തപ്പഴം? ഇതാണ് സാറേ പടലമുങ്കി. ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല നമ്മൾ. ഏത്തപ്പഴത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏത്തപ്പഴം ഈ സാധനം പടലമുങ്കി. ഇന്നലെ ചോദിച്ചാൽ പടലമുങ്കി അങ്ങനെയുണ്ട് സാറേ. ഒരു ഏത്തപ്പഴം നല്ല സ്വാദാണ്, നല്ല കാര്യം. ഇവിടെ ആരോ ആദിവാസികൾ കൊണ്ട് കൊടുത്തതാണ് ആ കടയിൽ. ആ കടക്കാരന് വിൽക്കണതാണ്. ഇപ്പം അന്ന് തോന്നിയാണ് ഈ പടലമുങ്കി കണ്ടുപിടിക്കും. അന്ന് പറ്റത്തില്ല. അന്ന് ഞങ്ങളൊരു ക്യാമ്പിൽ നിൽക്കുക. അപ്പം അന്ന് പോകാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഇവിടെ ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഒറ്റമുങ്കി പടലമുങ്കി എന്ന് പറയുന്ന ഒരു സാധനം ഏത്തവാഴ ഉണ്ട് സാറേ, മേമാരി ഊരിലുണ്ടെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ മേമാരി ഊരിൽ ചെല്ലണത്. മേമാരി ഊരിൽ ചെന്ന് അവിടെ ചെന്ന് അയാൾ ആദിവാസികളെ എല്ലാം വിളിച്ചു വിട്ടിട്ട് പറഞ്ഞ് ഞാൻ ആ വാഴയൊന്ന് കാണണം. കാണിക്കല്ലേ സാറേ? കാണിക്കുന്നു. എന്താ കാര്യം എന്നറിയോ? അവരുടെ വിചാരം എന്നാണെന്നറിയോ? ഇത് കണ്ടാൽ കണ്ണ് തട്ടും. നമ്മൾ പറയില്ല കൊതി കിട്ടും. കാണിക്കത്തില്ല, കൊതി കിട്ടും. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കൊതി കിട്ടും. അവരുടെ അനുഭവം അതാണ്. ആരെങ്കിലും വന്നൊരു വാഴ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വാഴയെ വണ്ട് കുത്തും. അന്നാണ് ഞാൻ ഈ വണ്ട് കുത്ത് കാണുന്നത്. ഈ വാഴയുടെ വണ്ടില്ലേ, നമ്മുടെ ഇവിടുത്തെ വാഴയുടെ വണ്ട് കുത്തി മറിക്കണ വണ്ടില്ലേ, അത് എന്താണെന്ന് അന്ന് അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവിടെ ആദിവാസിയാണ് പറഞ്ഞു തന്നത് എന്നതാണ് ഇതെന്നുള്ളത്. അപ്പോൾ പറഞ്ഞ് അവസാനം പറഞ്ഞ് ഇങ്ങനെയല്ല, ഇതൊന്ന് പഠിക്കാനായിട്ട് വന്നതാണ്, ഒന്ന് കൊണ്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരോട് വലിയ ഇതൊക്കെ പിടിച്ചപ്പോൾ ശരി കാണിക്കണം സാറേ എന്നിട്ട് കൊണ്ടുപോയി. അവിടെയാണ് തേയില മേമാരിയിലാണ്. മേമാരി ഊരിൽ തേയില അവർ തന്നെ ഉണ്ടാക്കുന്ന തേയിലയാണ് അവർ കുടിക്കുന്നത്. അവരുടെ കുടിവെള്ളമാണ്, അല്ലാതെ ഫാക്ടറിയിൽ നിന്ന് മേടിക്കുന്ന തേയിലയല്ല. അവിടെ നമ്മൾ സൈഡിൽ ചെടികളിലൊക്കെയല്ലേ ഇതേമാതിരി നട്ടിരിക്കുന്ന തേയില നുള്ളി എടുത്ത് തന്നെത്താൻ ഉണക്കി തിരുമ്പി പൊടിച്ചെടുക്കുന്ന അരിച്ചെടുക്കും. എന്നിട്ട് അതാണ് തേയില. ആ തേയിലയാണ് അവർ കാപ്പ് കുടിക്കുന്നതും കുടിവെള്ളത്തിന് കൊണ്ടുപോകണത്. പാടത്ത് പണിക്ക് പോകുമ്പോൾ കുടിവെള്ളത്തിന് കൊണ്ടുപോകുന്നത് ഈ തേയില ഉണക്കി പൊടിച്ച തേയില വെള്ളം. അപ്പോൾ ഒരാൾ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ എന്താണ്, ഒരു മലമടുക്കിൽ ഈ എക്കൽ വന്ന് ചാടി വീണ് കിടക്കുന്ന സ്ഥലമില്ല, അതിൻ്റെ മടക്കിന് നിർത്തിയിട്ട് ഓലമടലിട്ട് ഓല ഏതാണ്ട് ഇതൊക്കെ മൂടിയിട്ടിരിക്കുകയാണ്. ആരും കാണാതിരിക്കാൻ മൂടിയിട്ടിരിക്കുന്നു. എടുത്ത് കാണിച്ചു. അപ്പോൾ മനസ്സിലായി സാധാ ഏത്തവാഴ, വേറെ ഒന്നുമില്ല, സാധാരണ ഏത്തവാഴ.
അപ്പം ഞാൻ ചോദിച്ചു ഇത് ഒറ്റമുഖി ഇതാണ് സാറേ യഥാർത്ഥ ഒറ്റമുഖി. പിന്നെ ഈ പടലമുഖി എന്ന് പറഞ്ഞാൽ എന്നാണ്? ഈ വാഴ തന്നെ രണ്ടാമത് അവിടെ കുളപ്പിച്ചാൽ അത് പടലമുഖി. അപ്പോൾ ഈ ഒറ്റമുഖി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? 3 നമ്മൾ ഇരട്ടപ്പഴം കണ്ടിട്ടില്ല? ഇരട്ടപ്പഴം, അതായത് 2 പഴം ഒരു തൊലി കൊണ്ട് പൊതിഞ്ഞിരിക്കും, അല്ലെ ഇരട്ടപ്പഴം എന്ന് പറയുന്നത്. ഇത് 3 പഴം ഒരു തൊലി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ്. ഒരു പടലം ഒരു പഴയവും. ആ ഒരു പടലം എടുത്തിട്ടുണ്ടെങ്കിൽ തിന്നാൻ തീരുകയാണ്. കാരണം ഇത് 3 ഏത്തപ്പഴമാണ്. 3 ഏത്തപ്പഴം ഒരു തൊലി കൊണ്ട് പൊളിഞ്ഞിരിക്കും. രണ്ടാമത് ആ വാഴ അവിടെ തന്നെ വെച്ചാൽ, നിൽക്കാൻ അനുവദിച്ചാൽ അത് ഓരോ പഴം. ഒരു പടലയിൽ 3 പഴം 4 പഴമൊക്കെ ആകും. അപ്പോൾ അതിന് പടല മുങ്ങിയെന്നാണ്. ഞാൻ പറഞ്ഞു പിന്നെ നട്ടാല പണ്ടുകുത്തും സാറേ. അന്നാരാണ് പറഞ്ഞു തരുന്നത് പിന്നെ അവിടെ നട്ടിട്ടുണ്ടെങ്കിൽ പണ്ട് കുത്തും. അത് കാരണം അവർ നടിയില്ല. അപ്പോൾ ഈ പണ്ട് കുത്തണതിൻ്റെ കാരണം എന്തായിരിക്കാം? ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ മതി, എന്തായിരിക്കാം നമ്മുടെ വാഴയുടെ പണ്ട് കുത്തുന്നതിൻ്റെ കാരണം എന്താ? മണ്ണ് റെഡ്യൂസ് ചെയ്തിട്ടാണ്, മണ്ണ് ഡിപ്ലീറ്റ് ചെയ്തിട്ടാണ്. ആ വാഴയ്ക്ക് വേണ്ട മണ്ണുണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. ഒരു വാഴയ്ക്ക് വേണ്ട മണ്ണ് അതിനെന്ത് ചെയ്താൽ മതി? ആ പടലമുങ്കി വളർത്തുന്ന സ്ഥലത്ത് പോയി മണ്ണെടുത്തിട്ട് വന്ന് രാവിലെ അനലൈസ് ചെയ്തത് ഒരേ ഈസി ആയിട്ട് നമുക്ക്. അപ്പോൾ ഇത്തരം വിത്തുകൾ ഇവിടെ ഉണ്ട്. അതിസ്വാദുള്ള, അതിമധുരമുള്ള നല്ല ഒന്നാം തരം വാഴയിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. ഇത് എല്ലാം എടുത്ത് പരമാവധി എവിടെ വിത്തുണ്ടെന്ന് അറിഞ്ഞാലും ശരി, എത്ര കഷ്ടപ്പെട്ടായാലും ശരി, വണ്ടി എടുത്ത് അവിടെ പോയി അവരുടെ കാല് പിടിച്ച് ആ വിത്ത് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ മതി. വിത്തുകൾ എല്ലായിടത്തും അവിടെ മൂലയിലൊക്കെ ഉണ്ട്. എല്ലാ വിത്തും ഉണ്ട്. എല്ലാ വിത്തും എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷേ അത് സംരക്ഷിച്ചിരിക്കണോണ്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത്. അറിവ് എന്നാണോ കിട്ടിയത് അന്നാണ് നമ്മൾ ഇതിനെയൊക്കെ വലിച്ചെറിഞ്ഞത്. അപ്പോൾ അറിവ് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? പുതിയ അറിവ് കിട്ടുമ്പോൾ പഠിപ്പിക്കാൻ പോയതാണ് അബദ്ധമായത്, വിദ്യാഭ്യാസം കൊടുക്കാൻ പോയത്. ഇപ്പം എന്താ പറ്റിയ? തെറ്റായ വിദ്യാഭ്യാസമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം തെറ്റായ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടല്ലേ അതങ്ങനെ വരണേ. അല്ലെങ്കിൽ എന്തെങ്കിലും ബോധം ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കുമോ? അത് നിലനിർത്തി കൊണ്ടുവന്ന് കൂടുതൽ ഇതായിട്ട് വരണ്ടേ. അപ്പം അത് മനസ്സിലാക്കുക. വിത്തിൻ്റെ പിടി വിടരുത്. നമ്മൾ ചില വീടുകളിൽ ഇത് കെട്ടി തൂക്കിയത് എന്താ? നെല്ലിൻ്റെ അതിനെന്താണ് ഒരു പേരുണ്ടല്ലോ, കതിരിങ്ങനെ ഒരു ഭംഗിയായിട്ട് കെട്ടി അരിഞ്ഞിട്ട് കെട്ടി തൂക്കും. അതെന്നതാണെന്നറിയാം? ആദ്യം എടുക്കുന്ന വിത്ത് സംരക്ഷണം. മനസ്സിലായില്ലേ? അതായത് കതിരിൽ നിന്നും അടർത്തി മാറ്റാതെ കെട്ടിത്തൂക്കിയിട്ടാൽ 3 വർഷം ജെർമിനേറ്റ് ചെയ്യുന്നത്. 3 വർഷം കഴിഞ്ഞാലും അത് കിളുക്കാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അലങ്കാരത്തിന്, ഐശ്വര്യമാണ് വീടിന്. വീട് എന്തെങ്കിലും കാരണം കൊണ്ട് കൃഷി മുഴുവൻ വെള്ളം കയറി മൂടിപ്പോയാലും ഒരു തരി വിത്ത് ഇല്ലെങ്കിലും ഇത് അഴിച്ചെടുത്ത് അടുത്ത വിത്ത്. അങ്ങനെ വിത്ത് സംരക്ഷിച്ചിരുന്ന സമൂഹമാണ് നമ്മൾ. ആ ഒരു കലയായിട്ട്, ഒരു ഐശ്വര്യമായിട്ട് കണ്ട് വിത്ത് സംരക്ഷിക്കുന്നത്. അപ്പം വിത്ത് സംരക്ഷിക്കാൻ ഒരുപാട് മെത്തേഡുണ്ട് വിത്ത് സംരക്ഷണത്തിന്. അപ്പം കേടുകൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ പണ്ടുള്ളവർ ചെയ്തിരുന്നപ്പോൾ അമേരിക്ക വിത്ത് സംരക്ഷണം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്നാണെന്ന് അറിയാം? നമ്മളിങ്ങനെ ആകാശത്ത് കെട്ടി തൂക്കിയാണ്. അമേരിക്ക വിത്തൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വിത്തും കട്ടുകൊണ്ടുപോയി സംരക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഫ്രീസ് ചെയ്തിട്ട്, ജെർമിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് അവിടെ നിലനിർത്തിയിരിക്കും. ഒരു 4-5 വർഷം കഴിയുമ്പോൾ ആ വിത്ത് ഉപയോഗിക്കാമെന്നാണ് വിചാരം. ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇക്കോളജി പഠിച്ചവർക്ക് സാഹചര്യം മാറിയില്ലേ? 4 വർഷത്തെ കാലാവസ്ഥ മാറി, ജീവികൾ മാറി, സകലതും മാറി. കൃഷി എന്ന് പറഞ്ഞാൽ സാഹചര്യം ഒരുക്കലാണ്. അപ്പോൾ ഈ സാഹചര്യം മാറി എടുത്തിട്ട് പോയി പെട്ടിക്കകത്ത് വെച്ചിരിക്കണം വിത്ത് കൊണ്ടുപോയിട്ടാൽ എന്തായിരിക്കും? അതുകൊണ്ടാണ് സായിപ്പന്മാർ മണ്ടന്മാരാണെന്ന് പറയാൻ കാര്യം. മണ്ടന്മാരാണ്, മനസ്സിലേ? മണ്ടന്മാരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ട് വരിക. GM സീഡ് കൊണ്ടുവന്നു നമ്മളെ തോപ്പിക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അവർക്കിപ്പോൾ എളുപ്പമാണ്. ഒരു മുഖ്യമന്ത്രിനെ പിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിനെ സ്വാധീനിച്ചാൽ മതി. ഇവിടെ മുഴുവൻ അവർക്ക് ഇത് ചെയ്യാം. ഏതായാലും ഭാഗ്യത്തിൽ ഈ പ്രാവശ്യം
നമ്മുടെ പ്രധാനമന്ത്രി ഒപ്പുവെച്ചില്ല. അപ്രീസിയേഷൻ അയച്ചോ ആരെങ്കിലും? അയക്കരുത്. നല്ല കാര്യം ചെയ്താലേ അപ്രീഷിയേറ്റ് ചെയ്യരുത്. ഇത്രയും നല്ല ചങ്കൂറ്റം, അതായത് 15 രാജ്യങ്ങൾ ഒരുമിച്ച് ഒപ്പുവെക്കാൻ ചെന്നെടുത്ത് നിന്ന് അവസാന നിമിഷം ഇന്ത്യ ഒപ്പുവെക്കണില്ല എന്ന് പറഞ്ഞ് മാറി. കർഷകരെ രക്ഷിക്കാൻ, ഇവിടുത്തെ പശു കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു തീരുമാനം ഇന്നേ വരെ ഇന്ത്യയിൽ ആരും എടുത്തിട്ടില്ല. വളരെ ഇപ്പം പരിസ്ഥിതി രംഗത്ത് നിൽക്കുന്നവരും കൃഷി രംഗത്ത് നിൽക്കുന്നവരും 100% പ്രതീക്ഷിച്ചിരുന്ന ഒപ്പുവെക്കുമെന്നാണ്. ഒപ്പുവെച്ചാൽ തീർന്നു. നമ്മൾ ചൈന കയറി മെനങ്ങിയനെ അവൻ്റെ പ്രൊഡക്റ്റ് കൊണ്ട് സകല സാധനം. ഇനി പ്ലാസ്റ്റിക് മുട്ടയല്ല, ഏത് മുട്ടയാണെങ്കിലും അവൻ കൊണ്ടുവന്നേനായിരുന്നു. ഏതായാലും അത് സംഭവിച്ചില്ല. അപ്രീഷിയേഷൻ കൊടുക്കണം നമ്മൾ. ഈ മാതിരി ചെയ്യുമ്പോൾ ഒരു വരി വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുമാത്രമാണ് മൊബൈലിൽ വഴക്ക് പിടിക്കുന്നത്. അതിന് പകരം നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കൊടുക്കേണ്ടതല്ലേ? ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരെയും കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഫാർമർ ഫെസ്റ്റ് വന്നു കാണും നിങ്ങൾക്ക് ചിലപ്പോൾ. ഫാർമർ ഫെസ്റ്റിൽ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും വന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുക, അവരെല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞ മെസ്സേജ് എഴുതി കൊടുത്തായിരുന്നു. അയച്ചാൽ അറിഞ്ഞില്ല. അയക്കണം, ഇനിയെങ്കിലും അയക്കണം. കാരണം അത് ഭയങ്കര ഡിസിഷനാണ്, വളരെ വലിയൊരു ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കർഷകർ നിലവാരത്തിലെത്തിയിട്ടില്ല എന്ന് ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ബോധ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിളിച്ചുചൊല്ലൽ കൂടിയാണ്. മനസ്സിലല്ലേ? കർഷകരെത്തിയിട്ടില്ല എന്ന ബോധ്യമുണ്ട്. അപ്പം അതിനെത്തിക്കാനായിട്ടുള്ള ഒരു മാർഗം വിത്ത് അതിലെ ഫുഡ് ആസ് എ വെപ്പൺ, സീഡ് ആസ് എ വെപ്പൺ. ഇനിയൊരു വെപ്പണുണ്ട്, വീട് വെപ്പൺ. അതായത് വീട് കളകളെ ആയുധമാക്കുന്നുണ്ട്. നമ്മുടെ കൃഷിയിടത്തിൽ കൊണ്ടുവന്നൊരു പുതിയ കള ഇട്ടാൽ ആ കള ഡോമിനേറ്റ് ചെയ്താൽ തീർന്നില്ലേ? കൃഷി മുഴുവൻ തീർന്നില്ല. ഇപ്പൊ വീട് ആസ് എ വെപ്പൺ എന്ന് പറയുന്നത് ഇതെല്ലാം വിത്തിലൂടെയാണ് സാധിക്കുക. മനസ്സിലല്ലേ? വിത്ത്. ആ വിത്തിൽ നാം ചിലപ്പോൾ നമ്മുടെ ഒരു കളയെ എടുത്തുകൊണ്ട് പോയി ജനറ്റിക് എഞ്ചിനീയറിങ് നടത്തി അതിനൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അവൻ കയറി ഡോമിനേറ്റ്, നമ്മുടെ വിളകളെ മുഴുവൻ ഡോമിനേറ്റ് ചെയ്യില്ലേ? അപ്പം അതും കിട്ടുക. അതിൽ ഒരു കള, ഏതെങ്കിലും ഒരു കള പറയാം, നമ്മുടേതല്ലാത്ത ഒരു കള കേരളത്തിൽ വന്ന് നിരത്തിക്കൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ പായൽ. പിന്നെ അത് ഭംഗി കണ്ടിട്ട് ആളുകൾ എടുത്തിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ്. വെൽവെറ്റ് പായലുകളായിരുന്നു ആദ്യം പറയുന്നത്. വെൽവെറ്റ് പായൽ നല്ല ഭംഗിയുള്ള പായലായിരുന്നു. അതുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാ ഇവിടുത്തെ വെള്ളത്തിൽ മുഴുവൻ യൂറിയായും പൊട്ടാഷ്യം നിറച്ചുണ്ട്. അതങ്ങോട്ട് പെരുകില്ലേ? അങ്ങനെ പെരുകിയതാണ്. അതാണ് അതിനേക്കാളും രസം. ആഫ്രിക്കൻ പായൽ പെരുകി. ഇതിനെ നിയന്ത്രിക്കാൻ എന്താ വഴി? ഇതിനെ നിയന്ത്രിക്കാൻ വഴി സയൻറ്റിസ്റ്റുമാരെല്ലാവരും കൂടി കൂടിയിരുന്ന് പല വകഞ്ഞ് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. അവസാനം കുമരകം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുമാർ ഒരു വഴി കണ്ടുപിടിച്ചു. അവർ വെസ്റ്റ് ഇൻഡീസിൽ പോയി ട്രിനിദാദ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു വണ്ടിനെ കൊണ്ടുവന്നു ഇവിടെ ഇട്ട് ആ വണ്ട് പായൽ നിന്ന് തീർന്നു. ഇതിന് ഞങ്ങൾക്ക് അംഗീകാരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് പത്രത്തിൽ ഒരു ലേഖനം അവരെഴുതി. കുമരകത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുമാർ 3 പേര് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വെസ്റ്റ് ഇൻഡീസിൽ പോയി വണ്ടിനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് വണ്ടിനെ കൊണ്ട് പായൽ തീറ്റിച്ച് തീർത്തിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഒരു അംഗീകാരം തന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ഞാൻ എഴുതി. ഒരു രാജ്യത്തെ വണ്ടിനെ കൊണ്ടുവന്ന് ഇടുന്ന ഗവേഷണം അല്ലെന്ന് പറഞ്ഞു. ഒരു ഗവേഷണമേ അല്ല. നിങ്ങൾ എന്താ വിചാരിച്ചതിന്? എന്താ വലിയ ഗവേഷണം? അത് അന്യമല്ല. കേരളമാണിത്. പായൽ തീർന്നു കഴിഞ്ഞാൽ ഈ വണ്ട് എവിടെ പോകണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വണ്ട് അവർ സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. വൈറ്റ് ബ്ലഡ്സ് എന്ന് പറയും. വെള്ള രക്തമുള്ള ജീവികൾ സാഹചര്യത്തിനനുസരിച്ച് മാറാൻ കപ്പാസിറ്റി ചുവന്ന രക്തമുള്ളവരെക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ വണ്ട് എന്തായിരിക്കും ചെയ്യുക? വാഴയിലായിരിക്കും വന്ന് കയറുക, അല്ലെ വേറെ ഏതെങ്കിലും വിളയിലായിരിക്കും വന്ന് കയറുക. ശുദ്ധ അസംബന്ധമാണ് കാണിച്ചത്. എന്നിട്ട് അവർക്ക് അംഗീകാരം കിട്ടിയില്ലെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട സാധനമാണ് ഈ കള. അത് അങ്ങനത്തെ കളയല്ല, വേറെ കള വന്നിട്ടുണ്ട്. പാർത്തീനി പറഞ്ഞു. പാർത്തീനിയം എന്ന് പറഞ്ഞിട്ട് ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരു ചെടിയുണ്ട്. അത് കുറച്ച് വളരെ വരും.
വേറൊരെണ്ണം വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നകാരൻ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അക്കേഷ്യ എന്നല്ല, അക്കേഷ്യയൊക്കെ നമ്മൾ പറിച്ചിട്ട് വന്ന് ബോധപൂർവ്വം വികസനത്തിന്റെ ഭാഗമായി നട്ടതാണ്. അപകടകരമായ ഒരു കാര്യം അത് വേറെയൊക്കെ കാര്യമാണ്. അതൊന്നുമല്ല, അതൊക്കെ നമ്മൾ ഗവൺമെൻറ് ഓർഡർ കൊടുത്തിട്ട് പിന്നെ നിയമാനുസൃതം കൊണ്ടുവന്ന് നടുകയൊക്കെ ചെയ്തതാണ്. നിയമാനുസൃതമല്ലാതെ വന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്ന, അതായത് പരിസ്ഥിതി രംഗത്ത് നമ്മൾ സംശയിക്കുന്ന ഒരു ചെടിയുണ്ട്, ആനത്തൊട്ടാവാടി. ആനത്തൊട്ടാവാടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു തൊട്ടാവാടി ഉണ്ട്. നമ്മുടെ തൊട്ടാവാടിയല്ല, വേറെ ഒരു ആനത്തൊട്ടാവാടി എന്ന് എല്ലായിടത്തും ഡോമിനേറ്റ് ചെയ്യും. ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യും. ഇതെങ്ങനെയാണ് നമ്മുടേതല്ല, ഇതൊരു യുദ്ധത്തിന്റെ ഭാഗമാകാം, ഈടുവെപ്പിന്റെ ഭാഗമാകാമെന്ന് നമ്മൾ നിഗമനത്തിലെത്തിയേ? ആട് തിന്നാൽ ചത്തുപോകും, പശു തിന്നാൽ ചത്തുപോകും. ആടിനെ പോലും തിരിച്ചറിയാൻ വയ്യ. നമ്മുടെ ആടിനെ അതിനെ തിരിച്ചറിയാൻ വയ്യ. ആട് എല്ലാം തിന്നില്ല, തിന്നുവോ? നോക്കി അതിന് തിന്നാണത് മാത്രമേ തിന്നുള്ളൂ. പക്ഷേ ഈ ആനത്തൊട്ടാവാടി തിന്നുന്നത് കാരണം എന്ത്? അതിനറിയില്ല. ഇവിടുത്തെ തൊട്ടാവാടി നിന്ന് ശീലമുണ്ടേ. ആ തൊട്ടാവാടി ഹാനികരമാണെന്നുള്ള സെൻസേഷൻ അവർക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് ബോധപൂർവം എവിടെന്നെങ്കിലും വന്നതാകാം, ഉറപ്പില്ല. പഠനം നടന്നിട്ടില്ല, പക്ഷെ അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനത്തെ കളകളെ ഉപയോഗിച്ച് നമ്മളെ തകർക്കാം, നമ്മുടെ കൃഷി തകർക്കാം. വിത്ത് തരാതിരിക്കാം, വേറെ വിധത്തിലുള്ള വിത്ത് കൊണ്ടുവന്ന് തകർക്കാം. അത് ബാക്കിയുള്ള വിത്തുകളുമായിട്ട് പോളിനേഷൻ നടത്തി എന്തുണ്ടാവുമെന്ന് ആർക്കും അറിയില്ല. GMC ഇട്ട് കഴിഞ്ഞാൽ തൊടുത്ത് വിട്ട അമ്പാണത്. തൊടുത്ത് വിട്ട അമ്പ് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇപ്പം രാസവളവും കീടനാശിനിയും തളിച്ച് നശിപ്പിച്ച മണ്ണിനെ നമുക്ക് തിരിച്ചു പിടിക്കാം. നശിപ്പിച്ച ഒരു മണ്ണ് ഇത് നമുക്ക് തിരിച്ചു പിടിക്കാം. എങ്ങനെ തിരിച്ചു പിടിക്കാതെ? കളകൾ വളരാൻ അനുവദിച്ചാൽ മതി, നമ്മുടെ കളകളെ വളർത്തിയാൽ മതി. ഏത് കീടനാശിനി കൊണ്ട് നശിച്ച മണ്ണ് നമ്മൾ കളകൾ ഒരു 1-2 പ്രാവശ്യം കൊണ്ട് വളർത്തിയാൽ, കളകൾ വളർത്താൻ എന്ത് ചെയ്താൽ മതി? കുറേ കള വെട്ടിയിട്ടുണ്ട്, കുറച്ച് കോഴിക്കാട്ടിൽ ചാണകം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ കളകൾ താനെ വളരും. വളർന്നു കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്തിട്ട് വിഷങ്ങളെ നിർവീര്യമാക്കി അവർ മണ്ണ് ശുദ്ധീകരിച്ചുകൊള്ളും. GMCയുടെ അത് സഹായിക്കില്ല. GMCയുടെ ഒരിക്കൽ ഒരു പോളിനേഷൻ വേറൊരു ചെടിയായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് അവിടുന്ന് പോളിനേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. തൊടുത്ത് വിട്ട അമ്പാണത്, തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ ആ ഉണ്ട തിരിച്ചു പിടിക്കാൻ പറ്റില്ല. സിനിമയ്ക്കകത്ത് പിടിക്കാൻ പറ്റും, കുളർന്ന് വിട്ടു. സിനിമയ്ക്കകത്ത് അങ്ങനെയല്ല, ഒരു ഉണ്ട വരുന്നുണ്ട്, ആ ഉണ്ട സാധനം ഫുഡ് വെപ്പൺ, സീഡ് വെപ്പൺ, വീഡ് വെപ്പൺ, ക്ലൈമറ്റ് വെപ്പണാണ്. ക്ലൈമറ്റിനെ ആയുധമാക്കാം. അപ്പോൾ അമേരിക്ക വിചാരിക്കുന്നു ഇവിടെ ഒരു സുനാമി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് സുനാമി ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ല? അതവരുടെ ടെക്നോളജി അവരുടെ കയ്യിൽ ഉണ്ട്, അവരുടെ ടെക്നോളജി ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല അത് പ്രയോഗിക്കേണ്ട. കാരണം പ്രകൃതി അവർക്കിട്ട് കൊടുത്തിട്ടിരിക്കുന്ന പണി. അത് കാരണം പറ്റിയാണ് പ്രകൃതി ഇവർ ടെക്നോളജി ഉണ്ടാക്കിയപ്പോൾ അവർക്ക് പണി കാറ്റടിച്ച് ദർപ്പിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എന്തോ അത് പതുക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ ടെക്നോളജി അവർക്ക് എവിടെ കാലാവസ്ഥ വഴിതെറ്റിക്കണമെന്നൊക്കെ അവർക്കറിയാം, ടെക്നോളജിക്കലി അവർക്കറിയാം. അപ്പം അതും ഉണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് ഒരു വെപ്പണുണ്ട്. അതാണ് അപകടകരമായ ഒരു കാര്യം. അത് കൾച്ചറൽ വെപ്പണാണ്. കൾച്ചറൽ വെപ്പൺ എന്ന് പറയുന്ന ആയുധം, ആ തോക്ക് നമുക്കിട്ട് കൊണ്ടു കഴിഞ്ഞു. മറ്റതൊന്നും അത്ര വലിയ കാര്യമായി ഏറ്റില്ല, ഇന്ത്യക്കും ചൈനയ്ക്കും ഏറ്റില്ല, കാര്യമായിട്ടുള്ള ഏറ്റിട്ടില്ല. പക്ഷേ ഇത് ഏറ്റ് കഴിഞ്ഞിരിക്കുന്നു. കൾച്ചറൽ വെപ്പൺ 1947 വരെ നമ്മൾ അടിമകളായിരുന്നു. അതുവരെ നമുക്കുണ്ടായിരുന്ന അടിമത്തം എന്ന് പറയുന്നത് സാമ്പത്തിക അടിമത്തം മാത്രമാണ്. നമ്മുടെ കൾച്ചറൽ അടിമത്തം അതുവരെ പെട്ടിരുന്നില്ല. അന്ന് നമ്മുടെ സായിപ്പിൻ്റെ ഡ്രസ്സ് നമ്മുടെ ആണുങ്ങൾ എടുത്തുന്നുള്ളൂ, പെണ്ണുങ്ങൾ ഡ്രസ്സ് എടുത്തിരുന്നില്ല, അവരുടെ ഡ്രസ്സൊന്നും എടുത്തില്ല. കൾച്ചറൽ അടിമത്തം തുടങ്ങണത് 47 ശേഷം 73 വർഷം കൊണ്ടാണ്. ഇതെങ്ങനെയാണ് ആയുധം അവർ പ്രയോഗിക്കുന്നത്? എവിടെയാണ് പ്രയോഗിക്കുന്നത്?
അടുക്കളയുടെ അകത്ത് വരെ പ്രയോഗിക്കും. ടി വിയിലൂടെ മെസ്സേജ് തരുന്നുണ്ട്. ഡെയിലി ഓരോ ഡോസ് തരികയാണ്, ചെറിയ ഡോസ്. ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസം ഉണ്ടാകരുത്, ഭർത്താവിന് ഭാര്യയെ വിശ്വാസം ഉണ്ടാകരുത്, ഈ ഭൂമിയിലുള്ള ആരും പരസ്പരം വിശ്വസിക്കരുത് എന്ന രീതിയിലുള്ള സീരിയലുകൾ തന്നിട്ടിരിക്കും. ഇഷ്ടംപോലെ സീരിയൽ തന്നിട്ടുണ്ട്. ആ സീരിയല് കൾച്ചറൽ വെപ്പൻ്റെ ഭാഗമാണ്. കാരണം ഭാരതത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ കുടുംബം ശിഥിലമാക്കിയാൽ മതി എന്ന് അവർക്കറിയാം. നല്ല ഭംഗിയായിട്ടറിയാം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കിയാൽ മതി, ശിഥിലമാക്കിയാൽ ഭാരതം തകരും. അതിന് അവർക്ക് നല്ല വൃത്തിയായിട്ടറിയാം. കുടുംബ ബന്ധങ്ങൾ തകർക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ വന്നിരിക്കുന്ന സീരിയലുകൾ മുഴുവൻ ബോധപൂർവം വരണമാണ്. നമ്മൾ അറിയണില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഖമാണ്, കാണാൻ സുഖമാണ്. പ്രാർത്ഥന പോലും സീരിയലിൻ്റെ ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അടുക്കള കുക്ക് ചെയ്യണത് സീരിയലിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വീഴ്ത്തി കഴിഞ്ഞു. ആ ആയുധം നമുക്കിട്ട് കൊണ്ട് കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കൾച്ചർ എന്താണെന്ന് പഠിപ്പിച്ചേ പറ്റും. അതിനാണ് ഓർഗാനിക് ഫാമിങ്, അഗ്രികൾച്ചർ എടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അഗ്രി ബിസിനസ് അല്ല, അഗ്രികൾച്ചർ എന്താണ് കൾച്ചർ എന്ന് ഭാരതത്തിലുള്ള സകല ഭാരതീയരെയും പഠിപ്പിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ. ഭാരതത്തിൻ്റെ ഭാരത സംസ്കാരം കംപ്ലീറ്റ് തകർത്തടിക്കുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, അത് അഗ്രികൾച്ചർ. കൃഷിയിലൂടെ പഠിപ്പിച്ച് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മനസ്സിലായില്ലേ? ആ കൾച്ചറൽ വെപ്പൺ അതിഭയാനകമായ രീതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണലായിട്ടാണ് മൊബൈലും കൂടി വന്നത്. മനസ്സിലായില്ലേ? ടി വി വന്നതിൻ്റെ കൂട്ടത്തിൽ മൊബൈലും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൂർവാധികം ശക്തമായി നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പണിത് ഇത് തിരിച്ചു പഠിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി പഠിച്ച് നല്ല ഭക്ഷണം നമ്മൾ കഴിച്ച് മണ്ണിലിറക്കി കുട്ടികളെ മണ്ണിലിറക്കിയേ പറ്റൂ. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതെങ്ങനെ വരുന്നു, എന്തുകൊണ്ട് നമ്മളെ കീഴടക്കാൻ പറ്റണില്ല? ഇന്ത്യയെയും പല വഴികളിലൂടെ ഗവേഷണം നടന്നിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിലൊരെണ്ണമാണ് അമേരിക്കയിൽ നിന്ന് പല ടീമുകൾ ലോകം മുഴുവൻ അവർ വിട്ടു. എന്തിനാണെന്നറിയാമോ? അമേരിക്കയിലെ ഒരു കമ്പനിയിൽ, അമേരിക്കയിലെ ഒരു മുതിർന്ന കമ്പനിയിൽ ഇന്ത്യയിലെയും ചൈനയിലെയും പിള്ളേർ ചെന്നിട്ട് ഏറ്റവും താഴ്ന്ന ജോലിക്ക് കയറിയാൽ പടിപടിയായി ആ കമ്പനിയുടെ തലപ്പത്തെത്തും അവർ. ഇന്ത്യയിലെയും ചൈനയിലെയും കുട്ടികൾ അവിടെ ചെന്നാൽ അതാണ് പടിപടിയായി ആ കമ്പനിയുടെ തലപ്പത്ത് അവരെത്തും. വികസിത രാജ്യത്തിലെ സായിപ്പിൻ്റെ കുട്ടികളെ പിന്നിലാക്കി വികസിക്കാത്ത ഒരു രാജ്യത്തെ കുട്ടികൾ വന്നിട്ട് മേളിൽ ചവിട്ടി കയറും. ഗവേഷണം നടത്തിയവർ പഠനം നടത്തി ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ടീമുകൾ അയച്ചു, പല ടീമുകൾ അയച്ചു. അതിൽ ഒരു ടീം കറങ്ങി എൻ്റെ വീട്ടിൽ വന്നു. മനസ്സിലായി? ഒരു ടീം കറങ്ങി എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഒരു ക്വസ്റ്റ്യനർ എടുത്തിട്ടു എൻ്റെ മുമ്പിൽ. അതിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വയനാടാണ് അവരുടെ ആസ്ഥാനം. പക്ഷേ ജനിച്ചതും വളർന്നതും എല്ലാം അമേരിക്കയിലാണ്. മലയാളം കുറച്ചൊക്കെ അറിയാവുന്ന ആ പെണ്ണ് ഒരു ക്വസ്റ്റ്യനർ എൻ്റെ മുമ്പിൽ എടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനറിൻ്റെ മൊത്തത്തിൽ എന്നാണെന്നറിയാം, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ കഴിവ് കിട്ടിയെന്നാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഈ കഴിവ് കിട്ടിയെന്നുള്ളത്. ആ കഴിവ് കിട്ടിയത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മണ്ണുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ മണ്ണും കൈവരലും ഞങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമാണത്. അപ്പോൾ അങ്ങനെ വികസിച്ച് ഞങ്ങളുടെ ബുദ്ധിവികാസം, പരിണാമ വികാസം സംഭവിച്ചിട്ട് ഞങ്ങളവിടെ എത്തി. ഞങ്ങളുടെ കുട്ടികൾ എവിടെ പറഞ്ഞാലും പോകട്ടെ. അവസരം ഒരുക്കി കൊടുത്താൽ കൃഷിയിൽ നിൽക്കുന്ന കുട്ടികൾ സകലരും ലോകത്ത് നമ്പർ 1 ആയിട്ട് കയറി വരും. കാരണം അവർ മണ്ണുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ബുദ്ധിപരമായ വികാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെല്ലാവരും മണ്ണിലാണ്. ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാർ മുഴുവൻ മണ്ണിലായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാർ മണ്ണിലിറങ്ങിയത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിക്കാൻ വേണ്ടി, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയത്. അവർ ബുദ്ധി വികസിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല. അഡീഷണലായിട്ട് ബോണസായിട്ട് കിട്ടിയതാണ് ബുദ്ധി വികാസം കൂടി. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളിപ്പോൾ BSc ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ മണ്ണിലിറക്കിയല്ല.
ഞങ്ങൾ ഒരു കുട്ടിയെ മണ്ണിലിറക്കാത്ത വിധത്തിൽ ഞങ്ങളുടെ ഡോക്ടർമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. MSc പഠിച്ച ആരെങ്കിലും MSc വരെ എത്തിയ ഏതെങ്കിലും ഒരു അമ്മയുടെയും അച്ഛൻ്റെയും കുട്ടികളെ മണ്ണിലിറക്കാൻ അവർ സമ്മതിക്കുമോ? സമ്മതിക്കുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ സാഹിബിൻ്റെ കുഞ്ഞുങ്ങളെ പോലെ പുറയിലായി വന്നോളും, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഇതായി പോകണ്ട, ബോധപൂർവ്വം ഇനി ഞങ്ങൾ പഠിപ്പിക്കുന്നു. ബോധപൂർവ്വം ഞങ്ങളുടെ കുട്ടികളെ മണ്ണിലിറക്കും. യൂണിവേഴ്സിറ്റി കോഴ്സും തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ ഞെട്ടിപ്പോയി. മനസ്സിലായില്ലേ? ബോധപൂർവ്വം ഞങ്ങൾ മണ്ണിലിറക്കും. ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല, ബുദ്ധി വികാസത്തിന് വേണ്ടി ഞങ്ങൾ മണ്ണിലിറക്കും. അത് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ അന്വേഷിക്കണമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവരെവിടെയായിരുന്നു പോകേണ്ടിയിരുന്നത്? അവരൊരു സ്കൂളിലല്ലേ പോകേണ്ടത്? എങ്ങനെയോ മണത്തറിഞ്ഞതല്ലേ എൻ്റെ വീട്ടിൽ കുട്ടികൾ വരുന്നുണ്ടെന്നും കുട്ടികൾക്ക് എന്തോ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയിട്ടല്ലേ അത് പറഞ്ഞേ? അല്ലെങ്കിൽ അവിടെ എത്തേണ്ട കാര്യമില്ലല്ലോ. അവിടെ എത്തേണ്ട കാര്യം, അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. അത് ഞാൻ പറയാൻ പാടില്ലാത്ത രഹസ്യമാണ്. അവിടെ വരാനുണ്ടായത് അത് ചില രാഷ്ട്രീയ നേതാക്കളുടെ ബേസിലാണ് വന്നത്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കാറിലാണ് അവർ വന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് ഇതാണ് ഇവിടുത്തെ ചരിത്രമെന്ന് അറിഞ്ഞിരിക്കണം. എന്ത് വില കൊടുത്ത് കൃഷിയും കൃഷിയിടവും സംരക്ഷിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അടിമകളാക്കപ്പെടും. വീണ്ടും ഒരു 2000 വർഷം അടിമകളായി. ഭാരതം രക്ഷപ്പെടണമെന്ന് അവർ ഇൻസെക്റ്റും വരും. പക്ഷേ ഇവിടെ പണ്ടിനെ കൊണ്ടുവന്നാൽ ഇവിടുത്തെ കിളി പിടിച്ച് തിന്നുന്നുള്ളൊരു ഗുണം മാത്രമാണ്. എന്ത് കൊണ്ടുവന്നാലും കിളി പിടിച്ച് തിന്നും. അപ്പൊ എന്താ ബയോഡൈവേഴ്സിറ്റി നമ്മൾ കൺസർവ് ചെയ്യണമെങ്കിൽ ഇവരെ അപ്പം വിചാരിച്ച ഒരു കാര്യം നടക്കില്ല. ഒരൊറ്റ കാര്യത്തിന് മാത്രമേ ഇതിനെ നേരിടാൻ പറ്റൂ. ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ബേർഡ്സിൻ്റെ ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, സസ്യജാലങ്ങളുടെ ഡൈവേഴ്സിറ്റി പരമാവധി മെയിൻറ്റെയിൻ ചെയ്യുക. റബ്ബറിലേക്ക് മാത്രം പോവുക, തേയിലേക്ക് മാത്രം പോവുക, തെങ്ങിലേക്ക് മാത്രം പോവുക നടന്നാൽ പടപ്പെടും. പരമാവധി ഓരോ കൃഷിയിടവും പരമാവധി ഡൈവേഴ്സിറ്റി നിലനിർത്താൻ പറ്റും. അതേന്ന് തേങ്ങ കുറച്ചേ കിട്ടണുള്ളൂ. അതുകൊണ്ട് ആ തേങ്ങ വീണ്ടും വാങ്ങണ്ട. ഞാൻ കൊല്ലത്ത് പോയൊരു തേങ്ങ എടുത്തു. കൊല്ലത്ത് പോയൊരു തേങ്ങ, ഒരു കൊല്ലം 3 തേങ്ങയേ ഉണ്ടാവുള്ളൂ. ആ തേങ്ങ കിളുത്തില്ല. നമ്മുടെ നാട്ടിൽ കിളുക്കല. ഈ ചുവന്ന മണ്ണിലെങ്ങാനേ കിളുക്കുള്ളൂ. അപ്പം തപ്പി പിടിച്ചെടുത്ത് പാറത് പഴുക്കുമ്പോൾ മഞ്ഞയാകും, പൊഴിഞ്ഞു വീഴും. വേറെണ്ണ അത് തിന്നാൻ, പച്ചയ്ക്ക് തിന്നാൻ മയമാണ്. ഭയങ്കര മയം. വെറുതെ വാരി തിന്നാൻ, ചോറ് വാരി തിന്ന പോലെ വാരി തിന്നാവുന്ന തേങ്ങ. ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്, വളരെ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ, മയം. ഭയങ്കര തേങ്ങയേ അല്ലത്, തേങ്ങയുടെ ഷേപ്പേ ഇല്ല. വലിയൊരു തേങ്ങ അവസാനം അതിൻ്റെ മൂട്ടിലൊരിക്കലും പിടിക്കാൻ നോക്കും. മൂട് കൂർത്തതാണ്, പിടിക്കുക. അങ്ങനത്തെ ഒരു തേങ്ങ കൊല്ലത്തോട്ട് ഇപ്പോഴും ഉണ്ടെന്നേക്കും. ഞങ്ങളുടെ മോഹമേലൊരു തെങ്ങുണ്ടായിരുന്നു. അതിനകത്ത് തേങ്ങ ഇട്ട് കഴിഞ്ഞ് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് വെള്ളത്തിന് പകരം നെയ്യാണ്. നെയ്യ് ഇന്തോനേഷ്യയിലുണ്ട് ഇപ്പോഴും ആ തേങ്ങ, നെയ്യ് തേങ്ങ എന്ന് പറയുന്ന തേങ്ങ. ആ നെയ്യ് എടുത്തിട്ട് ഉരുക്കിയാൽ നെയ്യ് പോലത്തെ സാധനം, എണ്ണയ്ക്ക് പകരമുള്ള സാധനം. ഇത്രയും വൈവിധ്യമുണ്ട് നമുക്ക്. പക്ഷെ നമ്മളിത് ആരും ഇതിന് മെനക്കെടുന്നു. എണ്ണ കുറവായിരിക്കും. ഒരു കൊലയിൽ 2, 3 ഇത്രയൊക്കെ ഉണ്ടാവും. നെയ്യുള്ള തേങ്ങായും അതുപോലെ എണ്ണ കുറവ്. അയാളെ വീട്ടിൽ കൊണ്ട് ഞാൻ പിന്നെ വളമൊക്കെ കൊണ്ട് കൊടുത്ത്, പിണ്ണാക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു തേങ്ങ എനിക്ക് തന്നെ ഇന്നവരെ തന്നിട്ടില്ല. തേങ്ങ ഇടുമ്പോൾ ഒരു തേങ്ങ എനിക്ക് തന്നെ. അപ്പോൾ അയാൾ മനസ്സിലാക്കി ഇതിനകത്ത് കുഞ്ഞു. എന്നാൽ അയാൾ വിളിപ്പിക്കുമോ? അത് വിളിക്കും. ഇപ്പോഴും നിൽപ്പുണ്ട് ജെല്ലി തെങ്ങ് പോലെ, ഒന്നുമില്ല തെങ്ങയിൽ. ഞാൻ ചെന്ന് കണ്ടപ്പോൾ തേങ്ങ. ഇതെങ്ങനെ അറിഞ്ഞെന്നറിയാമോ? എൻ്റെ ഒരു കൂട്ടുകാരൻ തേങ്ങ വെട്ടി കൊപ്രയാക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നീ എന്നാ വിചാരിച്ച് ഈ കൃഷി കൊണ്ട് നടക്കുന്നത്? എടാ, ഒരു തെങ്ങ് ഇവിടെ ഉണ്ട്, ഈ നാട്ടിലൊരു തെങ്ങുണ്ട്, അത് നെയ്യായിരുന്നു. ആ തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കൊണ്ടുപോയി ഉരുക്കി പാക്കറ്റിൽ വെച്ചിട്ട് വീട്ടിൽ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, എവിടെയാണ്? അത് കുരിയാളച്ചൻ്റെ വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് കുരിയാളച്ചൻ? ഇന്നെടുത്ത കുരിയാളച്ചൻ. ഞാൻ പറഞ്ഞു, എനിക്കാ ഏത് കിട്ടണം, അത് കിട്ടണം, അത് തൈ കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ എത്ര പ്രാവശ്യം വീട്ടിൽ പോയത്. അവരെ തരില്ല, അവരെ നശിപ്പിച്ചേടണം.
അപ്പൊ പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ ഇനിയും എവിടെയെങ്കിലുമൊക്കെ കാണും, ഇത്തരം തെങ്ങുകൾ കാണും. തെങ്ങ് ഉണ്ടെങ്കിൽ തെങ്ങിൻ്റെത് എന്തെല്ലാം വെറൈറ്റി, എണ്ണം കുറവായിരിക്കും. അപ്പോഴാണ് നമ്മളിത് തള്ളിക്കളയുന്നത്. കൊല മറച്ച് കായ്ച്ചാലാണ് നമ്മളതിനെ വീണ്ടും വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യും. അത് ഭയങ്കര വലിപ്പമാണ്. അത് ഇതായിരിക്കും തേങ്ങ. തപ്പി പിടിച്ചോളണം. ഈ ഇനം തെങ്ങുകൾ, ഒരു തെങ്ങിന് ഒരു ഇടം, ഒരു സ്പെഷ്യൽ വലിപ്പം കൂടുതലാണ്. വലിയ വലിപ്പമാണ് തേങ്ങ, വലിപ്പമാണ്. കയറണ്ടെന്നേ, തെങ്ങ കയറണ്ട. മാങ്ങ അടന്ന് വീണ പോലെ പഴുക്കണം വീഴും. അത് കാരണം ഇത് ആരും പ്രൊമോട്ട് ചെയ്യാത്തത്. അന്യയുടെ പറമ്പിൽ വണ്ടി എടുത്തിട്ട് പോകും. എപ്പോഴാണ് വീഴണമെന്ന് അറിയാൻ പറ്റില്ല. ആളുകൾ പെറുക്കിക്കൊണ്ട് പോയില്ലേ. അതുകൊണ്ട് ഇത് ആരും കൃഷി ചെയ്യില്ല. കാരണം അത് ഒഴിഞ്ഞു വീഴും സാറേ, കൊള്ളത്തില്ലെന്നാണ്. ഒഴിഞ്ഞു വീഴും കൊള്ളത്തില്ലെന്നാണ്. അതുകൊണ്ട് കേട്ടോ, ഇന്തോനേഷ്യയിൽ ഈ വെറൈറ്റി മുഴുവൻ സംരക്ഷിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിലും കാണും. കാരണം എൻ്റെ ബ്രദർ ഷിപ്പിൽ പോയപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് തറവാട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്ര ഉണ്ട്. അപ്പൊ ഇനി എവിടെന്നെങ്കിലും കിട്ടുന്നവർ വാങ്ങിയെടുത്തു സമയമില്ലായിട്ടാണ് ഇതിന്റെ പുറകെ നടക്കുക. അല്ലെങ്കിൽ ഞാനിത് തപ്പി പിടിച്ച് സാധനം എടുക്കും. എല്ലാവരുടെയും ഇപ്പൊ ജൈവ കൃഷി പഠിച്ച് ഇപ്പൊ ഡിപ്ലോമ ആയവരുടെ ജോലി അതാണ്. പരമാവധി സീഡ് സംരക്ഷിക്കുക. അതിനകത്ത് സീഡ് സംരക്ഷിച്ചാൽ മാത്രം പോരാ, അതിന് വിത്ത് പാടങ്ങൾ പോലെ പാടങ്ങൾ ഉണ്ടാക്കി അതിനെ ഹൈബ്രിഡ് ചെയ്ത് മോഡേൺ ഇനങ്ങളെ കവച്ച് വെക്കാൻ പറ്റുന്ന ഇനങ്ങളാക്കി അതിനെ മാറ്റണം. മണ്ണിൽ ഇത് നടത്തിയാൽ മതി. മണ്ണിൽ വേണ്ട സാധനങ്ങൾ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്ത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കും. സീഡ് നമ്മൾ പ്രിസർവ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് വഴികളുണ്ട്. സീഡ് പ്രിസർവ് ചെയ്തിരുന്ന പണ്ട് കാലത്ത് സീഡ് പ്രിസർവ് ചെയ്തിരുന്ന 2 മെത്തേഡുകൾ. അത് ഒന്ന് ഭരണ എന്ന് പറയുന്ന സാധനം. ഭരണ എന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്ക് ഒരു ഭരണ ഉണ്ടാകും. അടുപ്പിന്റെ നേരെ മേളിലല്ല, അടുപ്പിന്റെ ഫ്രണ്ടിലേക്ക് മുളവാരി കൊണ്ട് ഒരു തട്ടുണ്ടാകും. ആ തട്ടങ്ങോട്ട് വലിച്ചു കെട്ടിയിരിക്കും. ഈ തട്ടയിലാണ് വിത്ത്. കുഴപ്പമില്ല. എല്ലാ വിത്തും പോടിനുള്ളിൽ വെച്ചേക്കണം. എന്നിട്ട് ഈ പറഞ്ഞയിലിടും. അപ്പൊ പറഞ്ഞ പുറത്തിട്ടാങ്കിൽ കിടക്കും. ഇന്ന് അടുക്കളയിൽ പറഞ്ഞയില്ലെന്ന് പോട്ടെ, അടുക്കള തന്നെ ഇല്ല, അടുപ്പില്ല. ഇതിലെ കാർബൺ അടിച്ചോണ്ടിരിക്കണേ, പോകാൻ ഡെയിലി കാർബൺ കൊടുത്തിട്ടിരിക്കണം. അപ്പൊ അതാണ് അതിന്റെ സൊല്യൂഷൻ. അപ്പൊ അതിനൊരു ടെക്നോളജി തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കാർബൺ, ഈ ഇലകൾ കത്തുന്ന കാർബൺ കൊടുക്കുന്ന ഒരു തട്ടയിൽ നമ്മൾ പോടിട്ടാൽ വിട്ട് കിടക്കും എന്നുള്ളത് പാരമ്പര്യ അറിവാണ്. അതൊരു മോഡേൺ രീതിയിൽ ചെയ്യാനായിട്ട് എടുക്കണം. അടുക്കള ചെയ്തിരുന്ന ഒരു സാധനം അതിന് വേറൊരു രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രം മതി. ഈസിയാണ്. എല്ലാ ദിവസവും ഒരു നെരിപ്പോട് പോലെ ഉണ്ടാക്കിയ അതിന്റെ തട്ടിന്റെ അടിക്കൊണ്ട് വെച്ചാൽ ഉറിയല്ല, ഇതൊരു തട്ടാണ്. ഒരു തട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി എല്ലാ ദിവസവും ഒന്നും വേഗിളില്ലെങ്കിൽ ഒരു പുകയിടിയിലെങ്കിലും നടത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്.